Do not be afraid to be saints because you are the saints of this third millennium. നിങ്ങൾ വിശുദ്ധരാവാൻ ഭയപ്പെടരുത്. നിങ്ങളാണ് ഈ നൂറ്റാണ്ടിൻ്റെ ഈ തലമുറയുടെ വിശുദ്ധർ. നമ്മുടെ പ്രിയ വിശുദ്ധനായ നമ്മുടെ ഒത്തിരി പ്രിയപ്പെട്ട മാർപ്പാപ്പയായിരുന്ന ജോൺ ബോൾ രണ്ടാമൻ്റെ പ്രശസ്തമായ വരികൾ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നു, നമുക്ക് വിശുദ്ധരെ വേണം, ഈ കാലഘട്ടത്തിൻ്റെ വിശുദ്ധരെ. അതേ പ്രിയപ്പെട്ടവരെ, ഇത് വിശുദ്ധിയുടെ ആഘോഷം, വിശ്വാസത്തിൻ്റെ വലിയ പ്രഖ്യാപനം, ആത്മീയതയുടെ വലിയ ഉത്സവം. ഇതിൽ പങ്കുചേരുവാൻ ഷാലോം ടി വിക്കൊപ്പം, ഷാലോം ടി വിയുടെ ലൈവ് ടെലികാസ്റ്റൊപ്പം പങ്കുചേരുവാൻ നിങ്ങളെ ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇത് ലോകത്തിനുള്ള സ്വർഗത്തിൻ്റെ വലിയ സദ്വാർത്ത. 5 വിശുദ്ധർ തിരുസഭയിലേക്ക്. ഇംഗ്ലണ്ടിൽ നിന്നുള്ള കാർഡിനൽ ന്യൂമാൻ, സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള മർഗരീത്ത ബൈസ്, ഇറ്റലിയിൽ നിന്നുള്ള ജൂസപ്പീന വന്നീനി, ബ്രസീലിൽ നിന്നുള്ള ദുൾസെ ലോപ്പസ് പോൺസസ്, ഒപ്പം നമ്മുടെ ഭാരതത്തിൻ്റെ കേരളത്തിൻ്റെ അഭിമാനമായ പ്രിയപ്പെട്ട മറിയം ത്രേസ്യാമ്മ, ചാവറയച്ചനും അൽഫോൺസാമ്മയ്ക്കും എബുപ്രാസ്യാമ്മയ്ക്കും ശേഷം ഇതാ മറ്റൊരു സ്വർഗീയ സമ്മാനം കേരളക്കരയ്ക്ക്, പുത്തൻചിറയുടെ സ്വന്തം മറിയം ത്രേസ്യാമ്മ. ഈ വലിയ ആഘോഷത്തിൽ നമ്മൾ ഷാലോം ടി വിക്കൊപ്പം പങ്കെടുക്കുന്നു. ഷാലോം ടി വിയുടെ ഈ ലൈവ് ടെലികാസ്റ്റ് 2-3 ഘട്ടങ്ങളായിട്ടായിരിക്കും. ഇവിടെ നമ്മൾ ഈ സ്റ്റുഡിയോയിൽ മറിയം ത്രേസ്യാമ്മയുടെ ജീവിതത്തെപ്പറ്റിയും ആത്മീയതയെപ്പറ്റിയും എല്ലാവർക്കും ചർച്ചകളിലൂടെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ റോമിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ ലൈവായി ചേരും. ഇതിൻ്റെ അവസാന ഭാഗത്ത് റോമിൽ നിന്നുള്ള കാനനൈസേഷൻ സെറിമണിയുടെ ലൈവ് ടെലികാസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ വലിയ ആഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പം ഉള്ളവരെ ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ആരെങ്കിലും പരിചയപ്പെടുത്തി തുടങ്ങാം. സിസ്റ്റർ എൽസി സേവ്യർ, അമ്മ പ്രോൺചിളമ്മയാണ്, ജീവോദയ പ്രോവിൻസ് ഹോളി ഫാമിലി എറണാകുളം. അമ്മ അതുപോലെ തന്നെ റോമിൽ ഏകദേശം 9 വർഷത്തോളം ഉണ്ടായിരുന്നു. അമ്മ ഫാമിലി മാരേജ് ആൻഡ് കൗൺസിലിങ്ങിൽ അമ്മയ്ക്ക് ഡോക്ടറേറ്റ് ഉള്ളതാണ്. അമ്മയെ സ്നേഹപൂർവ്വം ഈ ഒരു വിശുദ്ധിയുടെ ആഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇപ്പം നമ്മോടൊപ്പമുള്ള ഫാദർ ഡെമിൻ തറയിൽ, അച്ഛനും റോമിൽ ഒത്തിരി അനുഭവ സമ്പത്തുള്ള ആളാണ്. അച്ഛൻ റോമിൽ ഏകദേശം 7 വർഷത്തോളം പഠിച്ചതാണ് ചർച്ച് ഹിസ്റ്ററി. ഇപ്പോൾ അദ്ദേഹം മേരിമാത സെമിനാരിയിലെ പ്രൊഫസറാണ്. അതുപോലെ തന്നെ തൃശ്ശൂർ അതിരൂപതയുടെ ആർക്കിവിസ്റ്റുമാണ്. പ്രിയപ്പെട്ട അച്ഛനെ സ്നേഹപൂർവ്വം ഈ ഒരു ആഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഒപ്പം ഉള്ളത് പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് റൈജു വർഗീസ് ചേട്ടൻ. റൈജു ചേട്ടനെ നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടേണ്ട ആവശ്യമില്ല, ഷാലോം പ്രേക്ഷകർക്ക് വളരെ സുപരിചിതനാണ്. ചേട്ടൻ ജീസസ് യൂത്തിൻ്റെ ഇൻ്റർനാഷണൽ ഫോർമേഷൻ മിഷൻ ഡയറക്ടറാണ്. അപ്പോൾ അതുപോലെ തന്നെ ചേട്ടൻ ഫോർമർ PRO ഓഫ് കോതമംഗലം ഡയസിസ്. ഒപ്പം റോമിൽ പല തവണ കാനനൈസേഷൻ സെറിമണിയിൽ പങ്കെടുത്തതിൻ്റെ അനുഭവം അതൊക്കെ നമ്മൾ പിന്നീട് പങ്കുവയ്ക്കും. പ്രിയപ്പെട്ട റൈജു ചേട്ടനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മളൊപ്പം ഉള്ളത് വീണ്ടും ഹോളി ഫാമിലി കുടുംബത്തിൽ നിന്നുള്ള സിസ്റ്റർ ടെസ്സി കൊടിയിൽ. സിസ്റ്റർ പഴയ പ്രൊവിൻഷ്യൽ കൗൺസിലറാണ്. അതോടൊപ്പം തന്നെ ഫാമിലി അപ്പോസിലേറ്റ് വളരെ സജീവമായിട്ട് ആശ്വാസം എന്ന് പറയുന്ന വളരെ വിശേഷപ്പെട്ട ഒരു മിനിസ്ട്രിയുടെ ഡയറക്ടർ കൂടിയാണ്. നമുക്ക് പിന്നീട് സിസ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്തു തരും. സിസ്റ്ററേയും സ്നേഹപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം. ഒരിക്കൽ കൂടി എല്ലാവരെയും ഷാലോമിൻ്റെ ഈ വലിയ ആഘോഷത്തിലേക്ക്, ചരിത്രത്തിൽ ആദ്യമായി ഷാലോം ടി വി ഒരു ലൈവ് ടെലികാസ്റ്റ് സ്വർഗം തന്ന മറിയം ത്രേസ്യാമ്മ എന്ന വിശുദ്ധയെ വലിയ ആഘോഷമായി നമ്മൾ സ്വീകരിക്കുമ്പോൾ ഷാലോം ടി വിയിലൂടെ എല്ലാ പ്രേക്ഷകർക്കും ഈ പ്രാർത്ഥനാനുഭവത്തിൽ പങ്കുചേരാം. നമുക്ക് ആദ്യമേ തന്നെ മറിയം ത്രേസ്യാമ്മയ്ക്കൊപ്പം വിശുദ്ധയാവുന്ന ബാക്കി 4 പേരെ കൂടി പരിചയപ്പെടാം. നമുക്ക് സിസ്റ്റർ ടെസിയിൽ നിന്ന് തുടങ്ങാം. സിസ്റ്റർ ടെസി, നമുക്ക് കാർഡിനൽ ന്യൂമാൻ, ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിയോളജിയൻസിൽ ഒരാളായ കാർഡിനൽ ന്യൂമാൻ, നമുക്ക് കാർഡിനൽ ന്യൂമാനെ പറ്റി ഒന്ന് പറഞ്ഞു തരുമോ? 19-ാം നൂറ്റാണ്ടിലെ ദൈവശാസ്ത്രജ്ഞരിൽ പ്രമുഖനും കവിയും കർദിനാളുമാണ് കാർഡിനൽ ന്യൂമാൻ. കാർഡിനൽ ന്യൂമാനെ കുറിച്ച് പേര് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ലീഡ് കൈൻഡ്ലി ലൈറ്റ് എന്ന കവിതയാണ്. പ്രശസ്തമായ കവിത. അതിൽ നമ്മൾ പലപ്പോഴും മലയാളത്തിൽ അത് പലരും പാടി നമ്മളൊക്കെ മനസ്സിലുണ്ട്. ആ പാട്ട് ഇങ്ങനെയാണ്: നിത്യമാ പ്രകാശമേ നയിക്കുകെന്നെ നീ, ചുറ്റിലും ഇരുൾ പരന്നിടുന്ന വേളയിൽ. മനോഹരമായി ഗാനം. നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളിൽ പോലും പ്രാർത്ഥനാഗാനമായിട്ട് പാടുന്ന പ്രശസ്തമായ ഒരു ഗാനം നമ്മുടെ വിശുദ്ധന്റെ ആണെന്ന് വലിയ തിരിച്ചറിവാണ്. അപ്പോൾ കാർഡിനൽ ന്യൂമാൻ 1801 ആംഗ്ലിക്കൻ വിശ്വാസികളായ മാതാപിതാക്കളിൽ നിന്ന് ലണ്ടനിൽ ജനിച്ചു. 1825 മെയ് 29-ാം തീയതി ന്യൂമാൻ ആംഗ്ലിക്കൻ സഭയിൽ വൈദികനായി. ആംഗ്ലിക്കൻ സഭയിൽ വൈദികനായി കഴിഞ്ഞതിന് ശേഷം ആംഗ്ലിക്കൻ സഭയാണ് കാതോലിക്കമാണെന്ന്
പഠിക്കാനായിട്ട് ന്യൂമാൻ ശ്രമിക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് മറ്റൊന്നാണ്. കത്തോലിക്ക സഭയാണ് യഥാർത്ഥ സഭ എന്ന് മനസ്സിലാക്കുകയാണ്. ഈ വിശുദ്ധൻ്റെ ഇന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന കാർഡിനാൽ ന്യൂമാൻ നമുക്ക് സ്വർഗത്തിൽ നിന്ന് മാധ്യസ്ഥം വഹിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. 1845 ഒക്ടോബർ 9 ലിറ്റിൽ മോറിൽ വെച്ച് കത്തോലിക്ക വിശ്വാസം കാർഡിനാൽ ന്യൂമാൻ സ്വീകരിച്ചത്. തിരുസഭയിൽ ഉണ്ടായ ആദ്യത്തെ പിളർപ്പുകളിലൊന്നായിരുന്നു ആംഗ്ലിക്കൻ സഭയുടെ ജനനം. ആ കാലഘട്ടം മുതൽ ഇന്ന് വരെ കുറേ പ്രശസ്തരായ ആളുകൾ തിരിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രശസ്തനായ ഒരു വ്യക്തിയാണ് സ്കോട്ട് ഹാൻ. വളരെ പ്രശസ്തമായ റോം സ്വീറ്റ് ഹോം എന്ന പുസ്തകം. കുറേ ആൾക്കാർ സത്യസഭ കത്തോലിക്ക സഭയാണെന്ന് പറഞ്ഞ് തിരിച്ചു വരുന്നതിന് വലിയൊരു മഹാത്മ്യം കൂടി ഈ ഒരു ദിവസം കാർഡിനൽ ന്യൂമാൻ പ്രകീർത്തിക്കപ്പെടുമ്പോൾ, സഭയിൽ ഉയർത്തപ്പെടുമ്പോൾ വലിയൊരു തിരിച്ചറിവ് തരികയാണ്. നമുക്ക് രണ്ടാമത്തെ വിശുദ്ധയിലേക്ക് നമുക്ക് പോകാം. മർഗരീത്ത ബെയ്സ്. ഇത് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഒരു ലേ ആണ്. ഈ 5 പേരിൽ ഏക അൽമായ സ്ത്രീയാണ് നമ്മുടെ പ്രിയപ്പെട്ട മർഗരീത്ത ബെയ്സ് ഫ്രം സ്വിറ്റ്സർലൻഡ്. അത് പറയാൻ ഏറ്റവും വിശേഷപ്പെട്ട ആൾ റൈഷാട്ടാണ്. ഞങ്ങൾ 5 പേരിൽ ഏക ലേമനും ചേട്ടൻ മാത്രമാണല്ലോ. ചേട്ടൻ പറഞ്ഞോളൂ. പക്ഷെ അച്ഛൻ ജെർണസിന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട. പക്ഷെ തീർച്ചയായിട്ടും ഞാൻ വളരെ സന്തോഷത്തിലാണ്. ഈ പാനലിലെ ഏക അൽമായനം എന്ന നിലയിൽ ഒരു അൽമായ വിശുദ്ധയെക്കുറിച്ച്, വിശുദ്ധയാകുന്ന ഒരാളെക്കുറിച്ച് പറയുന്നത് ഏറെ സന്തോഷമാണ്. മാർഗരീറ്റ ബെയ്സ് സ്വിറ്റ്സർലൻഡിൽ 1815 ജനിച്ചു. 1879 വരെ ജീവിച്ചു. സാധാരണ കുടുംബത്തിൽ ജനിച്ച അവർക്ക് ചെറുപ്പം നാൾ മുതലേ വിശ്വാസത്തിൽ വളരാനുള്ള വലിയൊരു അനുഗ്രഹം ലഭിച്ചു. അവരെ കുടുംബത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ പേറി 15ാമത്തെ വയസ്സിൽ തയ്യൽ ജോലിയിൽ ഒരു അപ്രൻറ്റീസായി പ്രവേശിച്ച് ജീവിതാവസാനം വരെ ആ ജോലിയിലൂടെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. പലപ്പോഴും ഒരു കോൺസെക്രേറ്റഡ് റിലീജിയസ് ലൈഫിനെ കുറിച്ചുള്ള ആലോചനകൾ ഉണ്ടായിരുന്നെങ്കിലും കുടുംബത്തെ സേവിക്കാൻ വേണ്ടി കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു സിംഗിൾ ലൈഫ്, ഏകസ്ഥ ജീവിതം നയിച്ചുകൊണ്ട് ജീവിച്ച ആളാണ് മാർഗരറ്റ് ബെയ്സ്. വളരെ പ്രത്യേകമായിട്ട് പറയാനുള്ളത്, അവർ വിശുദ്ധ കുർബാന എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്തിരുന്നു, മുടങ്ങാതെ അറ്റൻഡ് ചെയ്തിരുന്നു. എല്ലാ ഞായറാഴ്ചകളിലും മാർഗരറ്റ് ബെയ്സ് ഏറെ സമയം ദിവ്യകാരുണ്യ ആരാധനയുടെ മുമ്പിൽ സമയം ചെലവഴിച്ചിരുന്നു. വേദോപദേശം പഠിപ്പിക്കുന്നതിനും കുട്ടികൾക്ക് ആത്മീയത പകർന്നു കൊടുക്കുന്നതിനും ഒക്കെ മാർഗരറ്റ് ബെയ്സ് വളരെ ശ്രദ്ധിച്ചിരുന്നു. ഒടുവിൽ അവർക്ക് ക്യാൻസർ രോഗബാധിതയായ ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷം അവരുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ കർത്താവ് ഇടപെട്ടു എന്നതുപോലെയാണ് അവർക്ക് പഞ്ചശതങ്ങൾ ലഭിക്കുന്നത്. എല്ലാ വെള്ളിയാഴ്ചകളിലും പഞ്ചശതം ഉണ്ടായിരുന്ന ഒരു വിശുദ്ധ കൂടിയാണ്. ഒടുവിൽ ഇന്ന് സ്വർഗത്തിൽ മാലാഖമാരുടെ ഗണത്തിലേക്ക് ഒരു അൽമായ വിശുദ്ധ ചേർക്കപ്പെടുകയാണ്. പഞ്ചക്ഷരധാരികൾ നമ്മുടെ മറിയം ത്രേസ്യാമ്മയ്ക്ക് പഞ്ചക്ഷരം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കേട്ട മർഗരീത്ത ബെയ്സ്. 2 കാര്യങ്ങൾ ഞാൻ അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് അൽമായായിരുന്നു. എല്ലാവർക്കും വിശുദ്ധരാവാമെന്ന് മാക്സിമിലിയൻ കോൾബ എപ്പോഴും പറയാറുണ്ടായിരുന്നു. എല്ലാവർക്കും വിശുദ്ധരാവാം. പ്രത്യേകിച്ച് നമ്മളൊക്കെ കാണുന്ന സാധാരണ വിശുദ്ധരെല്ലാം അച്ഛന്മാരോ സിസ്റ്റേഴ്സോ ബിഷപ്പൊക്കെ ആയിരുന്നല്ലോ. ഇത് സഭയിലെ അൽമായ യുഗമാണ്. അൽമാരെ ഒത്തിരി പേര് വിശുദ്ധരായി വരുമ്പോൾ കുടുംബങ്ങളിൽ ജീവിച്ചാൽ. രണ്ടാമത്തെ കാര്യം ഏകസ്ഥയായിരുന്നു. അതൊരു വലിയ പോസിബിലിറ്റിയാണ്. നമ്മൾ പലപ്പോഴും സന്യാസം അല്ലെങ്കിൽ പൗരോഹിത്യം അല്ലെങ്കിൽ വിവാഹം, 4മത്തെ ഒരു ചോയ്സ് ഉണ്ട് എന്നുകൂടി ഈ വിശുദ്ധയിലൂടെ വളരെ കൃത്യമായി സഭ ഇന്ന് നമുക്ക് ഉയർത്തി കാണിക്കുന്നു. നമുക്ക് 3മത്തെ വിശുദ്ധയിലേക്ക് പോകാം. ജൂസപ്പീന വന്നീനി, ദൂൾസെ ലോപ്പസ് പോൻസസ്. അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പറഞ്ഞോളൂ. മറിയം ത്രേസ്യാമ്മ ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ സ്ഥാപിച്ചത് 1914 മെയ് 14 ആ മാസം 26 ദുൾച്ചെ ലോപ്പസ് പോന്തസ് എന്ന വിശുദ്ധ ജനിച്ചത്. മറിയം ത്രേസ്യാമ്മയും ദുൾച്ചെ ലോപ്പസ് പോന്തസും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട്. അവിടെ നിന്ന് അവരൊരു സമ്പന്ന കുടുംബത്തിൽ, ബ്രസീലിലെ ഒരു സമ്പന്ന കുടുംബത്തിലാണ് ജനിച്ചത്. സാവോ സാൽവദോർ ദെ ബാഹിയ എന്ന് പറയുന്ന ബ്രസീലിലെ ഒരു ഭാഗത്ത് ജനിച്ചു. ആ സമ്പന്ന കുടുംബത്തിൽ ജനിച്ച് പിന്നീട് അവർ ഒരു നഴ്സായി, ഒരു ടീച്ചറായി, ബ്രസീലിലെ പാവപ്പെട്ടവരെയും പതിതരെയും ഒക്കെ ഒരുപാട് ശുശ്രൂഷിച്ച ബ്രസീലിൻ്റെ മദർ തെരേസ എന്നറിയപ്പെട്ട വിശുദ്ധയാണ്. ജോൺ പോൾ 2 മാർപ്പാപ്പ അവരുടെ ജീവിതകാലത്ത് 2 പ്രാവശ്യം അവരെ സന്ദർശിച്ചിരുന്നു. മരിക്കുന്നതിന് തൊട്ടു മുൻപ് ജോൺ പോൾ 2 മാർപ്പാപ്പ അവരെ സന്ദർശിച്ചിരുന്നു. 1991 92 ഈ വിശുദ്ധ മരിക്കുക. 2 പ്രാവശ്യം നോബൽ സമ്മാനത്തിന് വേണ്ടി നോമിനേറ്റ് ചെയ്യപ്പെട്ട വിശുദ്ധയാണ് ബ്രസീലിൽ നിന്ന്. അങ്ങനെ ബ്രസീലിലെ പാവപ്പെട്ടവരെ ഒരുപാട് സഹായിച്ച് ജീവിതകാലത്ത് തന്നെ
മദർ തെരേസയെ പോലെ അറിയപ്പെടുന്ന ഒരു ജീവിക്കുന്ന വിശുദ്ധ എന്ന് ബ്രസീലിൽ അറിയപ്പെട്ട വിശുദ്ധ. ബ്രസീലിലെ രണ്ടാമത്തെ വിശുദ്ധ, ആദ്യത്തെ വനിതാ വിശുദ്ധ. 2 വിശുദ്ധരാണ് ബ്രസീലിൽ നിന്ന് ഇതുവരെ ആയിട്ടുള്ളൂ. അതിൽ രണ്ടാമത്തെ ആളാണ്. നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ്. നമുക്കിത് 4ാമത്തെ വിശുദ്ധിയാണ്. കേരളത്തിൽ തന്നെ 6ലധികം വിശുദ്ധർ ഭാരത സഭയ്ക്ക്. നമ്മളിപ്പോൾ കേട്ടത് ദുൾസെ ലോപ്പസ് പോണ്ടസ് എന്ന് പറയുന്ന ബ്രസീലിൻ്റെ മദർ തെരേസ, പാവങ്ങളുടെ അമ്മ. നമുക്കിനി 4ാമത്തെ വിശുദ്ധരിലേക്ക് പോകാം. ജൂസപ്പീന വന്നീനി എന്ന് പറയുന്ന ഇറ്റാലിയൻ സിസ്റ്ററാണ്. അമ്മ നമുക്ക് വേണ്ടി പറയുന്നതായിരിക്കും. മദർ ജോസഫീന വന്നീനി റോമിൽ നിന്നുള്ള ഒരു വലിയ വിശുദ്ധയാണ്. കമീല്ലസ് പുത്രിമാരുടെ സ്ഥാപകയാണ് ജോസഫീന വന്നീനി. നന്നേ ചെറുപ്പത്തിലെ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു. വളരെ വാത്സല്യത്തോടും ദൈവവിശ്വാസത്തോടും കൂടി വളർത്തിയെങ്കിലും മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഈ മക്കൾ വീണ്ടും ഒന്നിച്ചു ചേരാൻ വളരെ കാലങ്ങളെടുത്തു. അതിനിടയിൽ ഉപവി സഹോദരിമാരുടെ മക്കളുടെ സമൂഹത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി അനാഥ ശിശുവായിട്ട് അവൾ വളർന്നു. അവിടെ നിന്നും ആ സന്യാസ ഭവനത്തിൽ തന്നെ ചേരാൻ ആഗ്രഹിച്ച് അവിടെ പ്രവേശിച്ചെങ്കിലും അനാരോഗ്യം മൂലം അവിടെ നിന്നും വിട്ടു പോരേണ്ടതായിട്ട് വന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇടവകയിൽ വന്ന ഒരു ധ്യാനമാണ് അവളുടെ ജീവിതത്തിന് വഴിത്തിരിവായിട്ട് വന്നത്. അന്ന് കമീല്ലസ് സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് തന്നെയുള്ള ഫാദർ ലൂയിജി തേസ എന്ന് പറയുന്ന ഒരു വൈദികൻ ധ്യാനിപ്പിക്കുമ്പോൾ ഈ കമീല്ലസ് സഹോദരന്മാരുണ്ട്, ഇനി സഹോദരിമാർ വേണമെന്ന ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ജോസഫ് വന്നീനി, ജൂദിത്ത് എന്നായിരുന്നു അവളുടെ പേര്, അവൾ ഈ ആഗ്രഹം അദ്ദേഹത്തെ അറിയിക്കുക. അങ്ങനെ അവരുമായി സംസാരിച്ചു. അദ്ദേഹത്തിന് മനസ്സിലായി ഇവളാണ് ഇതിനുള്ള ഏറ്റവും നല്ല വ്യക്തിയെന്ന്. അങ്ങനെ ആ ക്യാരിസം സ്വീകരിച്ചുകൊണ്ട് രോഗികളെ ശുശ്രൂഷിക്കുക എന്ന ക്യാരിസം സ്വീകരിച്ചാണ് അവൾ വിശുദ്ധയാകുന്നത്. ശരീരത്തിലെ രോഗം സുഖമാക്കിക്കൊണ്ട് അവരുടെ ആത്മാക്കളെ നേടുക എന്നതാണ് വലിയൊരു ശുശ്രൂഷ മേഖലയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരീരത്തിൻ്റെ രോഗം സുഖമാക്കിക്കൊണ്ട് ആത്മാവിനെ തൊടുവാനുള്ള വലിയൊരു വിളിയെപ്പറ്റിയാണ് നമ്മൾ വിശുദ്ധ ജോസഫീന വന്നീനിയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി നമ്മുടെ വിശുദ്ധ ഭാരതത്തിൻ്റെ, കേരളത്തിൻ്റെ, സിറോ മലബാർ സഭയുടെ, തൃശ്ശൂരിൻ്റെ, അതുപോലെ തന്നെ ഹോളി ഫാമിലിയുടെ, പുത്തൻചിറയുടെ, കുഴിക്കാട്ടുശ്ശേരിയുടെ അഭിമാനമായ വിശുദ്ധ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യാമ്മ വിശുദ്ധ പദവിയിലേക്ക് ഉയരാൻ പോകുന്നു. ദൈവഹിതം നടക്കും അല്ലെങ്കിൽ നടത്തുമെന്ന് പറഞ്ഞ ചാവറയച്ചന് ശേഷം ദൈവഹിതമാണ് ജീവിതചര്യയെന്ന് ഉറക്കെ പറഞ്ഞ മറിയം ത്രേസ്യാമ്മ, സഹനത്തിൻ്റെ കാസ ഞാൻ മട്ടോളം കുടിക്കുമെന്ന് പറഞ്ഞ അൽഫോൺസാമ്മയ്ക്ക് ശേഷം പഞ്ചക്ഷതങ്ങൾ ഏറ്റുവാങ്ങി സഹനത്തിലൂടെ അനേകം ആത്മാക്കളെ സ്വർഗത്തിലേക്ക് എത്തിച്ച മറിയം ത്രേസ്യാമ്മ, മരിച്ചാലും മറക്കില്ലാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന് മുഴുവൻ വേണ്ടി എപ്പോഴും സക്രാരിയുടെ മുൻപിൽ മുട്ടിപ്പായി ഇരുന്ന ഇബുപ്രാസ്യാമ്മയ്ക്ക് ശേഷം പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൻ്റെ അമ്മ മറിയം ത്രേസ്യാമ്മ. ഇനി നമ്മൾ പോകുന്നു പുത്തൻചിറയിലേക്ക്. വലിയ അനുഗ്രഹത്തിൻ്റെ, വലിയ ആവേശത്തിൻ്റെ ദിവസങ്ങൾ പുത്തൻചിറ നിവാസികൾക്ക്. നമുക്ക് പുത്തൻചിറയിലേക്ക് ഇനി പോകാം. അവിടെ വലിയ ആഘോഷങ്ങളും പ്രാർത്ഥനകളുമൊക്കെയാണ്. തങ്ങളുടെ നാടിന് ഇനി പറയാൻ ആത്മീയതയുടെ ഭൂപടത്തിലേക്ക് ഒരു ദേശം കൂടി, പുത്തൻചിറ. നമുക്ക് പുത്തൻചിറയിലേക്ക് പോകാം. വിശുദ്ധ മറിയം ത്രേസ്യായുടെ ജന്മഗൃഹത്തിന് മുൻപിലാണ് നാം ആയിരിക്കുന്നത്. 1876 ഏപ്രിൽ 26-നാണ് മറിയം ത്രേസ്യ ജനിച്ചത്. മറിയം ത്രേസ്യയ്ക്കുണ്ടായിരുന്ന കുട്ടിക്കാലം മുതലുള്ള എല്ലാ അനുഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചത് ഈ ഭവനത്തിലാണ്. എല്ലാ പൈശാചിക അനുഭവങ്ങളും മൗതിക അനുഭവങ്ങളും ഈ ഭവനത്തിൽ വെച്ചാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഭവനത്തിലേക്ക് ഇന്നും ധാരാളം പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങൾ കടന്നു വരികയും അവർക്ക് ഒരു ദൈവിക അനുഭവം ഈ ഭവനം നൽകി വരികയും ചെയ്യുന്നു. ഈ ഭവനത്തിൽ വിശുദ്ധ മറിയം ത്രേസ്യ പ്രാർത്ഥിച്ചിരുന്ന മുറിയും നമുക്ക് കാണുവാൻ സാധിക്കും. ഒത്തിരിയേറെ പ്രശ്നങ്ങളും പ്രതികൂല അനുഭവങ്ങളും ഉണ്ടായപ്പോൾ അമ്മ ക്രൂശിത രൂപത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചിരുന്നതും ഈ മുറിയിൽ തന്നെയാണ്. വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ ഉപയോഗിച്ചിരുന്ന കിണറും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒത്തിരി കുളിർമയും ശുദ്ധവുമായ ജലമാണ് ആ കിണറ്റിലുള്ളത്. ഒത്തിരിയേറെ പേർ ഈ
ഈ കിണറ്റിൽ നിന്നും ജലം കോരി കുടിക്കുകയും അത് ഒത്തിരി അത്ഭുതങ്ങൾക്കും രോഗശാന്തിക്കും ഇടവരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും ആ കിണർ പഴമ നഷ്ടപ്പെടാതെ തന്നെ ഞങ്ങൾ സൂക്ഷിച്ചു പോരുന്നു. ഒത്തിരിയേറെ പേർ പ്രാർത്ഥിക്കാനായി മാത്രം തന്നെ ഈ ഭവനത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. അമ്മയുടെ ആ ദൈവിക ചൈതന്യം അവർ ഇന്നും സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നു. മാന്നാനത്തിനും ഭരണങ്ങാനത്തിനും ഒല്ലൂരിന് ശേഷം മറ്റൊരു സ്ഥലം കൂടി ലോക ആത്മീയതയുടെ ഭൂഖണ്ഡത്തിലേക്ക് ഇടം കണ്ടെത്തിയിരിക്കുന്നു. പുത്തൻചിറ. നമ്മൾ പുത്തൻചിറയിൽ അമ്മ ജനിച്ച വീടും അമ്മ ജനിച്ചു വളർന്ന ആ ഇടങ്ങളും അമ്മ തൊട്ടതും പിടിച്ചതുമായ ജീവിച്ചതുമായ സാഹചര്യങ്ങളെല്ലാം കണ്ടത്. ഇത് നമ്മെ കൊണ്ടുപോകുന്ന മറ്റൊരിടം കൂടിയുണ്ട്. സഭ, കുടുംബം, ഗാർഹിക സഭ. കുടുംബത്തിലാണ് വിശുദ്ധി, കുടുംബമാണ് വിശുദ്ധിയുടെ വിളനിലം. മാതാപിതാക്കളാണ് പാഠപുസ്തകം. പ്രാർത്ഥനയുടെ ആദ്യ പാഠങ്ങൾ, വിശുദ്ധിയുടെ ആദ്യ പാഠങ്ങൾ പഠിക്കുന്നത് കുടുംബത്തിൽ നിന്ന്. നമുക്ക് നമ്മുടെ ആ ഡിസ്കഷൻ ആദ്യ ഭാഗത്തിലേക്ക് പോകാം. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്ററിൽ നിന്ന് തുടങ്ങാം. സിസ്റ്റർ, അമ്മയുടെ ആ ബാല്യവും അമ്മയുടെ വീടും മാതാപിതാക്കളും എല്ലാം എങ്ങനെ അമ്മയെ ആത്മീയമായിട്ട് വളരാനായിട്ട് മറിയം ത്രേസ്യമ്മയെ സഹായിച്ചു എന്നൊന്ന് പങ്കുവയ്ക്കാം. 1876 ജനിച്ച അമ്മ കുടുംബത്തിൽ വളരെ കാര്യമായി തന്നെ മാതാപിതാക്കളുടെ ശിക്ഷണത്തിൽ വളർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് അമ്മ താണ്ടമ്മ മക്കളെയൊക്കെ ചേർത്തിരുത്തി പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ മറിയം ത്രേസ്യാമ്മയെ മടിയിലിരുത്തി കുരിശ് വരപ്പിക്കാനായിട്ട് ചെയ്യുമ്പോൾ മറിയം ത്രേസ്യാമ്മ ചോദിക്കാറുണ്ട്, അമ്മ ആരാണ് ബാവ, ആരാണ് പുത്രൻ, ആരാണ് റുഹാദ് കുദിശ? കേൾക്കുന്ന സ്ഥിരം ചോദ്യങ്ങളാണ്. തമ്പാച്ചി ആരാണ് മുത്താനായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അത് പഴയ കാലഘട്ടത്തിൽ ശരിക്കും കുടുംബങ്ങളിൽ ഇത് നിലനിന്നിരുന്നു. നമ്മൾ കുഞ്ഞുങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുപോരുകയും ഓരോ വിശുദ്ധരുടെ അടുത്ത് കൊണ്ടുവന്ന് മുത്തിക്കൊക്കെ ചെയ്യുമാറായിരുന്നു. അപ്പം ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതൊരു കാര്യം തന്നെയാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്ര ഫോർമേഷൻ ലഭിക്കുന്നത് ആദ്യം തന്നെ കുടുംബങ്ങളിൽ നിന്നാണെന്ന്. അത് മറിയം ത്രേസ്യാമ്മയ്ക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ മറിയം ത്രേസ്യാമ്മയുടെ അമ്മ എപ്പോഴും ക്രൂശിതനായ യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും, മകളെ, നിനക്ക് വേണ്ടി, ലോകത്തിനു വേണ്ടി ക്രൂശിക്കപ്പെട്ട വേദനിക്കുന്ന ഒരു ക്രിസ്തുവാണ്. ഏറ്റവും വലിയ കാറ്റക്കിസമാണത്. അപ്പം അങ്ങനെ വരുമ്പോൾ ശരിക്കും ഉണ്ടല്ലോ, അത് അമ്മയ്ക്ക് നമ്മുടെ മനസ്സിൽ ചെറുപ്പത്തിലെ തന്നെ അത് മനസ്സിലങ്ങ് രൂഢമൂലമായി. കാരണം വേദനിക്കുന്ന ഒരു ദൈവം. അതുകൊണ്ട് മറിയം ത്രേസ്യാമ്മയുടെ അമ്മ താണ്ടമ്മ മറിയം ത്രേസ്യാമ്മയോട് പറയാറുണ്ട്, നീ ചെന്ന് കിടന്ന് ഉറങ്ങ്. അപ്പം മറിയം ത്രേസ്യാമ്മ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നമ്മുടെ ദൈവത്തിന് ഉറക്കമുണ്ടോ? നമ്മുടെ ദൈവത്തിന് ഉറക്കമുണ്ടോ? നമ്മുടെ കുഞ്ഞു നാളിൽ തുടങ്ങി ഒരമ്മയ്ക്ക് ഒരു കുഞ്ഞു നാളിൽ അമ്മയ്ക്ക് സ്വന്തം മകൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയൊരു കാര്യമാണ് ദൈവത്തെ കുറിച്ചുള്ള അറിവ്. അത് വലിയൊരു അനുഭവമായിട്ട് നമുക്ക് നമ്മുടെ അൽമായനിലേക്ക് ഒന്ന് ചൂട് മാറ്റാം. കാരണം ഇത് വളരെ പ്രാക്ടിക്കലായിട്ട് ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണല്ലോ റൈച്ചേട്ടൻ ആത്മീയ മേഖലയിൽ വളരെ കൃത്യമായിട്ട് ഒത്തിരി മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് GCUത്തിന്റെ മിനിസ്ട്രിയിൽ. അറ്റ് ദ സെയിം ടൈം എ ഫാമിലി മാൻ. അപ്പോൾ അതെങ്ങനെയാണ് ആ വീട്ടിലേക്ക് കൊടുക്കുന്ന ഒരു മാതൃകാപരമായ വിശ്വാസത്തെ പറ്റി ഒന്ന് ചേട്ടൻ? ജെർണച്ചൻ്റെ ചോദ്യവും എന്നെ അതിനകത്ത് പരിചയപ്പെടുത്തുന്നതൊക്കെ എൻ്റെ ഉള്ളിൽ ഒരു ആദ്യം ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇന്ന് ഏത് കത്തോലിക്ക കുടുംബ അംഗങ്ങളെ പോലെയും, പ്രത്യേകിച്ച് ഞാൻ 3 കുട്ടികളുടെ പിതാവാണ്, കുടുംബസ്ഥനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ മക്കളെക്കുറിച്ച്, എൻ്റെ മക്കളെ വിശ്വാസത്തിൽ വളർത്താൻ സാധിക്കാത്ത ഒരു ആത്മീയ ജീവിതത്തിൻ്റെ വഴിയെ നടക്കാൻ ശ്രമിക്കുന്ന ഒരാൾ, സുവിശേഷ പ്രഘോഷകൻ, ജീസസ് യൂത്ത് എന്ന നിലയിൽ ഞാൻ തീർച്ചയായിട്ടും അത് സാധിച്ചില്ലെങ്കിൽ ഞാൻ പരാജിതനാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നു. ഒരു കാര്യം മാത്രം ഞാൻ അതിനോട് ചേർത്ത് പറയുന്നത്, പക്ഷേ ഇന്ന് കൂടുതൽ ആളുകൾ തത്രപ്പെടുന്നത് മക്കളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതിലാണ്, മക്കളെ പ്രാർത്ഥിക്കാൻ ഉപദേശിക്കുന്നതിലാണ്. നമുക്കാവശ്യം അതല്ല. നമുക്കാവശ്യം മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നത് കണ്ട് മക്കൾ പ്രാർത്ഥിക്കുന്നതിലാണ്. അല്ലാതെ ഒരിക്കലും മക്കളെ സ്വാധീനിക്കാൻ നമുക്ക് കഴിയത്തില്ല. ഉറപ്പായിട്ടും അപ്പൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സമയം കാണുമ്പോൾ അപ്പനെ ശല്യപ്പെടുത്തരുതെന്ന് അമ്മ പറയുന്നത് കണ്ടിട്ട് പ്രാർത്ഥനയുടെ ഗൗരവം മനസ്സിലാക്കുന്ന മക്കളെയാണ് നമുക്ക് ആവശ്യം. പള്ളിയിൽ പോയാൽ നമുക്കറിയാം, അവരുടെ ആദ്യകാലത്തെ പള്ളിയിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളതിൻ്റെ മുഴുവൻ റോൾ മോഡലും അപ്പനും അമ്മയാണ്. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയുടെ സമയത്തൊക്കെ അമ്മയുടെ അപ്പൻ്റെ മുഖത്തേക്ക് മാറി മാറി അവർ നോക്കും. അച്ഛൻ്റെ ഓരോ ആ ആരാധനാക്രമത്തിലെ ഓരോ സ്റ്റെപ്പിലും
എങ്ങനെയാണ് നമ്മളുടെ ഒരു ജസ്റ്റർ എന്നാണ് അവർ നോക്കുന്നത്. അൾത്താരയിലെ കുർബാന ശരിക്കും കുർബാന അൾത്താരയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ കുഞ്ഞുങ്ങൾ അമ്മയുടെ അപ്പൻ്റെ മുഖത്ത് നിന്നാണ് അത് പഠിച്ചെടുക്കുന്നത്. അതെ, ഒരു ചെറിയ കാര്യം കൂടി എനിക്ക് തോന്നുന്നത്, കാരണം ഈ ഒരു മാസത്തിനൊരു പ്രത്യേകതയുണ്ട്. കാരണം പരിശുദ്ധ പിതാവ് അസാധാരണ പ്രേക്ഷിത മാസം, എക്സ്ട്രാ ഓർഡിനറി മിഷൻ മന്ത് എന്ന് അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു മാസത്തിലാണ് ഇന്ന് നമുക്ക് ഈ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബ പ്രേക്ഷിതത്വം എന്നുള്ളത് സിസ്റ്റർ പറയുന്നത് ഈ കാലത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. കുടുംബങ്ങളിൽ നിന്നേ എന്തും രൂപപ്പെടുകയുള്ളൂ. കുടുംബമാണ് അടിസ്ഥാനം. അങ്ങനെ നമ്മുടെ ബഹുമാനപ്പെട്ട ഡാമിനച്ചനിലേക്ക് പോകാം. അച്ഛന് ഫോർമാറ്ററും കൂടിയാണല്ലോ. സെമിനാരിയിൽ കുഞ്ഞുങ്ങളെ ആദ്യ സമയങ്ങൾ മുതൽ വളർത്തിക്കൊണ്ടുവരുന്ന ഒത്തിരി പേര് അച്ഛന്മാരൊക്കെ ആയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഈ കുടുംബം ഗാർഹിക സഭ അവിടുന്ന് കിട്ടുന്നതല്ലാതെ മറ്റൊന്നും നമുക്ക് എക്സ്ട്രാ ഒന്നും വലിയ വിരിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ. അച്ഛൻ ആ ഭാഗത്തെ പറ്റി സംസാരിക്കുക വെച്ചാൽ. തീർച്ചയായിട്ടും നല്ല കുടുംബങ്ങളിൽ നിന്നാണ് നല്ല ദൈവവിളികൾ ഉണ്ടാവുക. അത് എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമുക്ക് ഈ വിശുദ്ധരുടെയൊക്കെ ജീവിതം വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ്. നല്ല കുടുംബങ്ങളിൽ നിന്ന്, നല്ല മാതാപിതാക്കളിൽ നിന്ന് നല്ല ദൈവവിളികൾ ഉണ്ടാകും. ഒരുപക്ഷെ ഇന്ന് നമ്മൾ സമൂഹത്തിൽ കാണുന്ന പല പ്രശ്നങ്ങളും ഒരുപക്ഷെ ഈ സമൂഹത്തിലെ അംഗങ്ങളൊക്കെ തന്നെയാണ് വൈദികരായിട്ടും സന്യസ്തരായിട്ടൊക്കെ വരുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഇന്നത്തെ പല പ്രശ്നങ്ങൾക്കും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് കിട്ടിയ ഇതിൻ്റെ കുറവുകൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരുന്നില്ലേ എന്ന് ഈ സെമിനാരി ഫോർമേഷനിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോഴെങ്കിലും എനിക്കും തോന്നിയിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട പ്രോൺഷ്യളമ്മയ്ക്ക് ഈ ഭാഗത്ത് പ്രത്യേകിച്ച് മറിയത്രേസ്യാമ്മയുടെ ജീവിതവും അമ്മയൊരു ഫോർമാറ്റും കൂടിയാണ്. എല്ലാ മേഖലയിലും ഫാമിലി അപ്പോസലേറ്റ് സൈക്കോളജിയും കൗൺസിലിംഗ് കൃത്യമായിട്ട് ചെയ്യുന്ന ആളും കൂടിയാണ്. നമുക്ക് വളരെ ആധികാരികമായിട്ട് ഇതിനെപ്പറ്റി പറയാൻ പറ്റുമായിരിക്കും. അമ്മ മറിയത്രേസ്യാമ്മയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അമ്മ താണ്ടമ്മ പറഞ്ഞു കൊടുക്കുന്ന ഒരു വാചകം, 1-2 വാചകമാണ് ജീവിതം മുഴുവൻ അമ്മയെ നയിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുക. അമ്മ പറഞ്ഞു കൊടുക്കുന്നത് ഇതാണ്: ത്രേസ്യ, എൻ്റെ മകൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞായിരിക്കണം, ദൈവത്തെ സ്നേഹിക്കണം, ഈശോയെ പ്രതി പീഡകൾ സഹിക്കണം. അപ്പോൾ ഇത് പറഞ്ഞു കൊടുത്ത അമ്മ എന്നും ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ തത്രപ്പാടിലാണ്. അപ്പോൾ ആ ദൈവത്തെ സ്നേഹിക്കലാണ് അമ്മ. ദൈവത്തെ സ്നേഹിച്ച് ആ കുരിശിൻ്റെ കീഴിൽ അമ്മ ഇങ്ങനെ അടയിരുന്നു കുറേ കാലങ്ങൾ. മറിയത്രേസ്യാമ്മ അപ്പോൾ കൊച്ചുത്രേസ്യ മറ്റൊരു കൊച്ചുത്രേസ്യ എന്ന് പറയാൻ പറ്റും. കൊച്ചുത്രേസ്യ പറയുന്ന പോലെ ലവ് ഓഫ് ദൈവത്തെ സ്നേഹിക്കുകയാണ് എൻ്റെ ദൈവവിളി. തീർച്ചയായിട്ടും അമ്മയുടെ ദൈവവിളി അത് തന്നെയായിരുന്നു. എന്നിട്ട് അമ്മ ആ കുരിശിൽ നോക്കുമ്പോൾ പിന്നീട് കാണുന്നത് എന്താണ്? വേദനിക്കുന്ന മക്കളെയാണ്. അങ്ങനെയാണ് അമ്മ കുരിശിൽ നിന്ന് കുടുംബത്തിലേക്ക് ഇറങ്ങുന്നത്. കുരിശിൽ നിന്ന് കുടുംബത്തിലേക്ക് നല്ലൊരു ഫ്ലോ ആണ്. അതെന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ളത് അമ്മയുടെ ജീവിതത്തിൽ. ഇനി മറ്റൊന്ന് നമ്മൾ കാണുന്നത്, ഈ അമ്മ 2 മണിക്കൂറൊക്കെ ഉറങ്ങുന്നുള്ളൂ. ബാക്കി സമയം മുഴുവൻ ഈശോയുടെ അരികിൽ ഇങ്ങനെ ആ കുരിശിൽ നോക്കിയിരിക്കും. ആ കുരിശിൽ അമ്മ കാണുന്നത് വേദനിക്കുന്ന മക്കളുടെ മുഖങ്ങളാണ്, പാപികളുടെ വേദനയാണ് അമ്മ കാണുന്നത്. അമ്മ അത് കണ്ടു കഴിഞ്ഞാൽ ദിവ്യകാരുണ്യമാണ് പിന്നെ അമ്മയുടെ ചിന്ത. ദിവ്യകാരുണ്യം പോലെ മുറിച്ചു വിളമ്പണം എന്ന് കരുതി അമ്മ വീടുകളിലേക്ക്, അങ്ങനെ ദൈവത്തിൽ നിന്ന് കുടുംബത്തിലേക്ക് പോയ ഒരമ്മയായിട്ടാണ്, പ്രാർത്ഥനയിൽ നിന്ന് കുടുംബത്തിലേക്ക് പോയൊരമ്മ. മറിയത്രേസ്യാമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുത്തൻചിറയിൽ നിന്ന് നമ്മൾ പോകുന്നത് കുഴിക്കാട്ടുശ്ശേരിയിലേക്കാണ്. അവിടെ സ്മൃതി സമുച്ചയം, അമ്മയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന ദേവാലയം, അതോടൊപ്പം നല്ല മ്യൂസിയം, അമ്മ ഒത്തിരി വർഷം ജീവിച്ച ഇടങ്ങൾ, വിശുദ്ധയുടെ കാൽപാദങ്ങൾ സ്പർശിച്ച ആ മഹത്തരമായ സ്ഥലത്തേക്ക് നമുക്കൊന്ന് ചേർന്ന് പോകാം. കുഴിക്കാട്ടുശ്ശേരിയിലെ സ്മൃതി സമുച്ചയത്തിലേക്ക്. വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യാമ്മയുടെയും ധന്യൻ ജോസഫ് വിധേയത്തിലച്ഛൻ്റെയും ജീവചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഈ സ്മൃതി സമുച്ചയത്തിൽ ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. 2000-ൽ പണി തീർത്തതായ ഈ കൊച്ചു വീട് എന്ന് തോന്നിക്കുന്ന ഈ സ്മൃതി സമുച്ചയം കൊച്ചു കൊച്ചു ക്യാബിനുകളിലായി അമ്മയുടെയും പിതാവിൻ്റെയും ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളെയെല്ലാം കലാരൂപത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. അമ്മയുടെ ഈ വെങ്കല രൂപം കടന്ന് ആദ്യത്തെ മുറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മറിയം ത്രേസ്യാമ്മയുടെ ചെറുപ്പകാലത്തെ സംഭവങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മറിയം ത്രേസ്യാമ്മ 3.5 വയസ്സായിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധ അമ്മ അവളെ ജപമാല ചൊല്ലാൻ പഠിപ്പിക്കുന്നതും, ദൈവോർമ്മ തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദമായി കരുതിയിരുന്ന മറിയം ത്രേസ്യാമ്മ
തൻ്റെ കൊച്ചു കളിക്കൂട്ടുകാരോട് ഒത്തുചേർന്ന് അവർക്ക് സ്വർഗത്തിലെ കഥ പറഞ്ഞു കൊടുക്കുന്നതും ഈശോയുടെ സഹനങ്ങളെ ഏറ്റവും അധികം സ്നേഹിച്ച മറിയം ത്രേസ്യാമ്മ സഹനങ്ങളെ സ്വന്തമായി സ്വീകരിച്ച് സഹനങ്ങളെ ഏറ്റവും അധികം ഈശോയെ പ്രതി സ്നേഹിച്ച് ചരലിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചും ഞെരിഞ്ഞിലും കല്ലും തൻ്റെ കിടക്കയിൽ വിരിച്ചും അങ്ങനെ പ്രായശ്ചിത്തങ്ങൾ ചെയ്ത് ഈശോയെ സ്നേഹിച്ച രാവും പകലുമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ചെറുപ്രായത്തിൽ തന്നെ ഈശോയുടെ പീഡാസഹനങ്ങളെ സ്നേഹിച്ചിരുന്ന മറിയം ത്രേസ്യാമ്മ ഈശോയെ പ്രതി ഈശോയുടെ കുരിശ് വഹിക്കുന്ന അതേ ഓർമ്മയിൽ ഒരു കൊച്ചുകല്ല് പുറത്ത് കയറ്റി വെച്ച് 4 കാലിൽ നടക്കുന്ന മറിയം ത്രേസ്യാമ്മയുടെ അടുത്ത് സ്വർഗത്തിലെ കളിക്കൂട്ടുകാരൻ കുഞ്ഞുണ്ണീശോ വന്ന് അവരിരുവരും കൂടെ ആനയും പപ്പാനും കളിക്കുന്ന നല്ല ചിത്രമാണ് ഇവിടെ കാണുന്നതും. രണ്ടാമത്തെ മുറിയിൽ പ്രവേശിക്കുമ്പോൾ മറിയം ത്രേസ്യാമ്മയുടെ ദൈവാന്വേഷണങ്ങളുടെ അനുഭവങ്ങളാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. 9-ാം വയസ്സിൽ തന്നെ ഈശോയ്ക്ക് തന്നെ സമർപ്പിച്ച മറിയം ത്രേസ്യാമ്മ 13-ാം വയസ്സിൽ തൻ്റെ അമ്മ മരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ ശരീരമാനസങ്ങളുടെ അമ്മയായി സ്വീകരിക്കുകയും ഈശോയെ ഏറ്റവും അധികം സ്നേഹിക്കുവാൻ സന്യാസം ആഗ്രഹിക്കുകയും അതുപോലെ സ്വന്തം ഭവനത്തിൽ പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനും സാഹചര്യമില്ലാത്തതിനാൽ വനവാസം ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ദൈവഹിതമായിരുന്നു അവളുടെ ഏറ്റവും ആദ്യത്തെ പ്രധാനം. ദൈവഹിതം തനിക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ തൻ്റെ ഇടവക വികാരിയായിരുന്നു അവൾ ചെന്നു കണ്ടത്. ദേവാലയത്തിലെയും മറ്റും കാര്യങ്ങൾ ശ്രദ്ധിച്ചും പ്രാർത്ഥനയിലും ധ്യാനത്തിലും തൻ്റെ കുടുംബത്തിൽ തന്നെ കഴിഞ്ഞുകൂടുവാനാണ് വികാരിയച്ഛൻ അവളെ ഉപദേശിച്ചത്. അതനുസരിച്ച് കൊച്ചു കാരുണ്യ പ്രവർത്തികൾ ചെയ്തും ദേവാലയത്തിലെ ചെറിയ ശുശ്രൂഷകൾ ചെയ്തും ഈശോയെ സ്നേഹിച്ച് സ്വന്തം നാട്ടിൽ സ്വന്തം ഭവനത്തിൽ എല്ലാ സഹനങ്ങളെയും ഏറ്റെടുത്ത് ഈശോയുടെ കൊച്ചു ത്രേസ്യയായിട്ട് അവൾ 37 വർഷം വരെ സ്വന്തം ഭവനത്തിൽ തന്നെയാണ് താമസിച്ചത്. അനേകം മൗതിക അനുഭവങ്ങൾ നൽകി മറിയം ത്രേസ്യാമ്മയെ ഈശോ അനുഗ്രഹിച്ചു. മറിയം ത്രേസ്യാമ്മയ്ക്കുണ്ടായ മൗതിക അനുഭവങ്ങൾക്ക് സാക്ഷ്യമാകാൻ നിങ്ങൾക്കും സ്വാഗതം. നമുക്ക് ഈ കൊച്ചുമുറിയിലേക്ക് പോകാം. ക്രൂശിതനോടുള്ള സ്നേഹത്താൽ തൻ്റെ ജീവിതത്തിലെ സഹനങ്ങളും വേദനകളും ഏറ്റെടുത്ത വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ ജീവിതത്തിലെ ഒരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു 1905 സെപ്റ്റംബർ 6-ാം തീയതി സംഭവിച്ചത്. അമ്മയുടെ മുറിയിൽ ഈശോ തന്നെ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും വിശുദ്ധ കുർബാന കൊടുക്കുകയും ചെയ്തതിന് ശേഷം ഒരു മാലാഖ വന്ന് അമ്മയുടെ ചങ്കിൽ കുത്തുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതാണ് ഈ ചിത്രീകരണത്തിൽ നാം കാണുന്നത്. അമ്മയുടെ ജീവിതത്തിൽ ഈ കുന്തം കൊണ്ട് കുത്തുന്ന അനുഭവം ഒരിക്കൽ മാത്രമല്ല സംഭവിച്ചിരിക്കുന്നത്. 5 തവണയെങ്കിലും ഇതിങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അമ്മയുടെ മരണം വരേക്കും ഈ ക്രൂശിത അനുഭവം അല്ലെങ്കിൽ പഞ്ചക്ഷത അനുഭവം അമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അമ്മയുടെ വസ്ത്രങ്ങളൊക്കെ രക്തത്താൽ നനഞ്ഞ് പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അമ്മയുടെ ദൈവസ്നേഹത്തിലുള്ള ആഴത്തിലുള്ള വളർച്ച കണ്ട് അസൂയ പൂണ്ട പിശാച് അമ്മയെ പലപ്പോഴും പരീക്ഷിച്ചിട്ടുണ്ട്. ആ പരീക്ഷണത്തിൻ്റെ ഒരു രംഗമാണ് നാം ഇവിടെ കാണുക. അവസാനം പിശാച് തന്നെ ഏറ്റുപറയുന്നുണ്ട്, മറിയം ത്രേസ്യ നീ ജയിച്ചു, ഞങ്ങൾ തോറ്റു എന്ന്. അപ്പോൾ മറിയം ത്രേസ്യാമ്മയുടെ മറുപടി ഞാനല്ല, ഈശോ ജയിച്ചു എന്നാണ്. അമ്മയുടെ ജീവിതത്തിലുണ്ടായ എല്ലാ അനുഭവങ്ങളും നമ്മെ കുറേ കൂടി ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും ക്രൂശിനോടുള്ള ഭക്തിയിലേക്കും വളർത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ സ്മൃതി സമുച്ചയത്തിലെ മർമ്മപ്രധാനമായ ഒരു പ്രധാന മുറിയിലാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. അമ്മ ഉപയോഗിച്ച വിവിധങ്ങളായ ഡ്രസ്സുകൾ നമുക്കിവിടെ കാണാം. ഈ മുൾച്ചട്ട അമ്മ ചട്ടയുടെ അടിയിൽ ഇടുന്നതാണ്. ആർക്കും അത് കാണുവാൻ സാധിക്കില്ല. അമ്മ തന്നെ അത് കൈകൊണ്ട് തയ്ച്ചുണ്ടാക്കിയതാണ് ആ ചട്ട. ആ ചട്ടയിൽ തയ്ച്ചിരിക്കുന്നത് കമ്പി കൊണ്ടുള്ള കൂർത്ത മുനകളാണ്. അത് ഉള്ളിൽ തറച്ചു കയറും. അമ്മയ്ക്ക് വേദനയും ഉണ്ടാവും. ഈശോയ്ക്ക് വേണ്ടി എന്ത് സഹിക്കാൻ അമ്മ കൈകൊണ്ട് തന്നെ തയ്ച്ച ചട്ടയാണിത്. കൂർത്ത കമ്പികളാണ് ആ ഓരോ ഡോട്ടിൻ്റെ അടിയിൽ നമുക്ക് കാണുക. അമ്മ ഉപയോഗിച്ച ക്ലോക്കാണിത്. പഴയ കാലത്തെ ക്ലോക്ക് ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. പ്രായശ്ചിത്തത്തിനായി അമ്മ കല്ലും ഞെരിഞ്ഞിലും മറ്റും ഉപയോഗിച്ച് നിറച്ച ആ തലയിണയാണ് ഈ കാണുന്നത്. ഒത്തിരിയേറെ തലയിൽ വയ്ക്കുമ്പോൾ വേദന അനുഭവപ്പെടും. ഈശോയ്ക്ക് വേണ്ടി സഹിക്കാൻ അമ്മ അത് ഉപയോഗിച്ചു. അമ്മയുടെ മറ്റ് പ്രായശ്ചിത്ത ഉപകരണങ്ങൾ
ചമ്മട്ടി, മുൾക്കിരീടം, മുള്ളരിഞ്ഞാണം നമുക്കിവിടെ കാണുവാനാകും. മുള്ളരിഞ്ഞാണം കൂർത്ത മുള്ളുകളുണ്ട്. അമ്മ അത് അരയിൽ ടൈറ്റായിട്ട് കെട്ടും. തൻ്റെ അധ്യയനപിതാവിൻ്റെ അനുവാദത്തോടെ അതൊരിക്കലും അഴിച്ചു മാറ്റാറില്ല. കഴിയുന്നിടത്തോളം ടൈറ്റായി കെട്ടി അത് ഉള്ളിലേക്ക് പൂണ്ടുപോയി എന്നാണ് പറയുന്നത്. മാംസം വന്ന് മൂടി. ക്രൂശിതനായ ഈശോയെ അടുത്തനുകരിക്കാൻ എത്രമാത്രം സഹിക്കാവോ, വേദനകൾ എടുക്കാവോ, അതെല്ലാം എടുക്കാൻ അമ്മ തയ്യാറായി. പാപിയുടെ മനസ്സാന്തരത്തിന്, രോഗികൾക്ക് വേണ്ടി, മറ്റു പല നിയോഗങ്ങൾക്കുമായി. അങ്ങനെയാണ് അമ്മ ഈ പ്രായശ്ചിത്ത ഉപകരണങ്ങൾ ഉപയോഗിക്കുകയും അതിൻ്റെ ആവശ്യം മനസ്സിലാക്കി ചെയ്യുകയും പതിവായിരുന്നത്. അമ്മയുടെ സ്വന്തക്കാർക്ക് അവരുടെ വീടിൻ്റെ ബ്ലെസ്സിങ് വന്നപ്പോൾ ഉണ്ടാക്കി കൊടുത്ത തിരുഹൃദയ രൂപം വെച്ച് കൈകൊണ്ട് തുന്നി അലങ്കരിച്ച ആ ഫോട്ടോയാണ് നമ്മളവിടെ കാണുന്നത്. വളരെ മനോഹരമായിട്ട് അത് തുന്നി പിടിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ ഷെയ്ഡും കളർ കോമ്പിനേഷൻ എല്ലാം വളരെ മനോഹരമായിരിക്കുന്നു. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് പ്രിൻ്റഡ് പോലെയാണ് നമുക്ക് തോന്നുന്നത്. പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ, കൈകൊണ്ട് തയ്ച്ച പോലെ തോന്നുന്നില്ല. അത്രയ്ക്കും അത് പെർഫെക്ഷനായിട്ടുണ്ട്. ആ കളർ കോമ്പിനേഷൻ, ഷെയ്ഡും എല്ലാം മനോഹരമായിരിക്കുന്നു. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മറിയം ത്രേസ്യാമ്മയുടെ നാമകരണ നടപടിക്ക് വേണ്ടിയുള്ള ലൈവ് ടെലികാസ്റ്റാണ് ഷാലോം TV-യിൽ നിന്ന്. ഒരിക്കൽ കൂടി എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മളിപ്പോൾ ജസ്റ്റ് കണ്ടു കഴിഞ്ഞത് കുഴിക്കാട്ടുശ്ശേരിയിലുള്ള സ്മൃതി സമുച്ചയമാണ്. വളരെ മനോഹരമായ മ്യൂസിയം, അമ്മ ജീവിച്ചിരുന്ന സ്ഥലം, അമ്മ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, ഒത്തിരി വിശ്വാസികൾ എല്ലാ ദിവസവും വന്നു പോകുന്ന വലിയൊരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണത്. ഇതിൽ നിന്ന് മറ്റൊരു ഭാഗത്തിലേക്ക് നമ്മുടെ ചർച്ച കൊണ്ടുപോകാൻ ഞാൻ വിചാരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഭാഗം 37 വയസ്സ് വരെ ഏകദേശം അമ്മ വീട്ടിൽ താമസിച്ചു. അതിനുശേഷമാണ് സന്യാസ ജീവിതത്തിലേക്ക് പോകുന്നത്. ആ ഒരു ഡിസേൺമെൻറ്റ് പീരീഡ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവവിളി ഏതാണെന്ന് തിരിച്ചറിയാനും അതിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള അമ്മ എടുത്ത സമയം, പ്രാർത്ഥനാപൂർവമായി സ്പിരിച്വൽ ഡയറക്ടേഴ്സിൻ്റെ സഹായത്തോടെ, വൈദികരുടെ സഹായത്തോടെ കർത്താവിന് മുമ്പിൽ നിന്ന് എടുത്ത സമയം. അപ്പോൾ ആ ഭാഗത്തെ പറ്റി ഒന്ന് പ്രിയപ്പെട്ട അമ്മ നമുക്കൊന്ന് പറഞ്ഞു തരാമോ? അമ്മയുടെ അമ്മ താണ്ടമ്മ, അമ്മയ്ക്ക് മറിയം ത്രേസ്യാമ്മയ്ക്ക് 12 വയസ്സുള്ളപ്പോഴാണ് മരിച്ചത്. അത് കഴിഞ്ഞപ്പോൾ, അതിനു മുമ്പ് തന്നെ 9 വയസ്സിൽ അമ്മ പറഞ്ഞു, എൻ്റെ കർത്താവിന് ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ പൂർണ്ണമായി സമർപ്പിക്കുന്നു, എനിക്കൊരു സന്യാസി ആകണമെന്ന് വലിയ ആഗ്രഹം അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇതിനുള്ള സാധ്യതകളെന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു. അപ്പം അമ്മയുടെ മനസ്സിലേക്ക് ഉരുകൊണ്ട, അല്ലെങ്കിൽ അമ്മ ചിന്തിച്ചൊരു കാര്യമായിരുന്നു, വനത്തിൽ പോയി തപസ് ചെയ്യാം. ഒരു കാലഘട്ടത്തിന്റെ ആത്മീയത ആദ്യം പറഞ്ഞു, നമുക്ക് വനവാസത്തിന് പോവാം, നമുക്ക് ആവിലായിലെ ത്രേസ്യ. അപ്പൊ അങ്ങനെ ഈ വനത്തിൽ പോയി തപസ് ചെയ്യാനെന്ന് വെച്ച് അമ്മ 3 ദിവസം പച്ചില മാത്രം കഴിച്ചു. അങ്ങനെ ഒരു ദിവസം പോകാനായിട്ട് ഒരുങ്ങി കിടന്ന് 12 മണിയാകുമ്പോൾ എഴുന്നേറ്റ് പോകണം. ഈശോയെ സ്നേഹിക്കാനുള്ള ഉത്കടമായ ആഗ്രഹത്താലാണിത് മനസ്സിലിങ്ങനെ കൊണ്ടു നിൽക്കുക. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് ആ 12 മണിയായപ്പോൾ എഴുന്നേൽക്കാൻ നോക്കി. അപ്പോൾ എഴുന്നേൽക്കാൻ നോക്കി കഴിഞ്ഞപ്പോൾ എഴുന്നേൽക്കാൻ പറ്റണില്ല. അവിടുന്ന് ഒരടി, ഇങ്ങനെ ശരീരം അനക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അമ്മ പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ. ആ പ്രാർത്ഥന കഴിഞ്ഞ അപ്പോൾ തന്നെ അമ്മയ്ക്ക് ശരീരം അനക്കാൻ പറ്റി, അതിന് എഴുന്നേൽക്കാൻ പറ്റി. അപ്പം അമ്മ മനസ്സിലാക്കുകയാണ് ദൈവത്തിൻ്റെ ഹിതം ഏതാണെന്ന് തിരിച്ചറിയാനായിട്ട് അമ്മ തമ്പുരാനോട് ആലോചന ചോദിച്ചു. കണ്ടുകൊണ്ടിരിക്കുന്നവർക്കുള്ള വലിയൊരു ആത്മീയമായ ഒരു ടിപ്പും കൂടിയാണ്, എങ്ങനെ നമുക്ക് ദൈവഹിതം തിരിച്ചറിയാം. ചിലപ്പോൾ ചില അനുഭവങ്ങളിലൂടെയോ ചില ദർശനങ്ങളിലൂടെയോ ഒക്കെ ആയിരിക്കും ദൈവം പലപ്പോഴും നമ്മളോട് ഡിസേൺമെൻറ്റ് സമയത്ത് സംസാരിക്കുന്നത്. അമ്മ തുറന്നോളൂ. അപ്പോൾ അങ്ങനെ അത് തീരുമാനം മനസ്സിലേക്ക് വന്നു, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. അങ്ങനെ ആ ദൈവത്തിൻ്റെ ഹിതം നിറവേറാനായിട്ട് അമ്മ പിന്നീടും പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയാണ്. കുറേ കഴിഞ്ഞ് അമ്മയുടെ ജീവിതത്തിലേക്ക് ഈ സന്യാസം എന്നത് വലിയ ആഗ്രഹമായി മനസ്സിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ അമ്മയുടെ ജീവിതത്തിൽ വരുന്ന പ്രധാനപ്പെട്ട കുറേ അനുഭവങ്ങൾ, ദൈവാനുഭവങ്ങളുണ്ട്, അതിസ്വാഭാവികമായ അനുഭവങ്ങൾ. അപ്പോൾ അമ്മ പ്രത്യേകം പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് ഇതൊക്കെ മനസ്സിലാക്കി എന്നെ നേർവഴിക്ക് നയിക്കുന്ന ഒരു ആത്മീയ പിതാവിനെ എനിക്ക് വേണമല്ലോ. അങ്ങനെ ആത്മീയ പിതാവിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴൊരു ദിവസം നമ്മുടെ അവിടെ പുത്തഞ്ചിറ പള്ളിയിൽ, ഇടവക പള്ളിയിൽ ധ്യാനം നടന്നുകൊണ്ടിരിക്കുക.
ധ്യാനം നടന്ന് ധ്യാനത്തിൻ്റെ അവസാനമായപ്പോൾ തൊട്ടടുത്തുള്ള ഇടവകയിൽ നിന്ന് വികാരി അച്ഛന്മാർ അച്ഛന്മാർ കുമ്പസാരിപ്പിക്കാൻ വന്നു. അങ്ങനെ കുമ്പസാരിപ്പിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ വിധേയത്തിൽ അച്ഛൻ ജോസഫ് വിധേയത്തിൽ അച്ഛൻ മാളപ്പള്ളി വികാരിയാണ്. അച്ഛൻ കുമ്പസാരിപ്പിക്കാനായിട്ട് വന്നു. അമ്മയ്ക്ക് ഒരു ഇൻസ്പിറേഷൻ കിട്ടി. അങ്ങനെ വിധേയത്തിൽ അച്ഛൻ്റെ അടുത്താണ് അന്ന് മറിയം ത്രേസ്യ കുമ്പസാരിച്ചത്. അങ്ങനെ കുമ്പസാരിച്ച് ആത്മീയ പിതാവായിട്ട് തിരഞ്ഞെടുക്കുകയായിരുന്നു. അത് വലിയൊരു അനുഭവമായിരുന്നു. പിന്നീട് അങ്ങോട്ട് ജീവിതത്തിൻ്റെ അവസാനം വരെ ഒരു ആത്മീയ പിതാവിൻ്റെ നേതൃത്വത്തിൽ മറിയം ത്രേസ്യ അമ്മയ്ക്കുണ്ടായിരുന്ന എല്ലാ അസാധാരണ അനുഭവങ്ങളെയും വിവേചിച്ചറിയാൻ കെൽപ്പുള്ള ഒരു വലിയ വ്യക്തിത്വമായിരുന്നു ഇന്ന് ധന്യനായ ജോസഫ് വിധേയത്തിൽ പിതാവ്. നമുക്ക് നമ്മുടെ ഡിസേൺമെൻറ്റ് ഡിസ്കഷനിലേക്കും പ്രിയപ്പെട്ട ധന്യനായ ജോസഫ് വിധേയത്തിലേക്ക് വരാം. അതിനു മുമ്പ് വളരെ വിശേഷപ്പെട്ടൊരു കാര്യമുണ്ട്. റോമിൽ നിന്നുള്ള നമ്മുടെ ലൈവ് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് റോമിൽ നിന്ന് ഇന്ന് പാടാൻ പോകുന്ന ഗാനം, പ്രത്യേകിച്ച് നമ്മുടെ കുർബാനയ്ക്ക് മുമ്പുള്ളൊരു ഗാനം, അത് മലയാളികളായ അച്ഛന്മാരും സിസ്റ്റേഴ്സും അൽമാരും ചേർന്ന ഒരു വലിയൊരു സമൂഹം ഒന്ന് ചേർന്ന് പാടുന്നൊരു ഗാനം നമുക്കിപ്പോൾ ഒന്ന് കേൾക്കാം. റോമിൽ നിന്ന് വത്തിക്കാൻ സ്ക്വയർ. വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യാമ്മയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്ന നാമകരണ ചടങ്ങിൽ ഗാനങ്ങൾ ആലപിക്കുവാൻ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ഒരുക്കപ്പെട്ട ഗായക സംഘമാണിത്. 6 പേരടങ്ങുന്ന ഗായക സംഘമാണിത്. ഒരുപാട് സന്തോഷത്തോടും ഒരുപാട് പ്രാർത്ഥനയോടും കൂടിയാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ സമയം ഈ ഗാനങ്ങൾ പരിശീലനം നൽകാൻ, ഈ ഗാനങ്ങൾ പഠിപ്പിക്കാനും പരിശീലനം നൽകാനും വേണ്ടി നേതൃത്വം കൊടുത്ത ഡെൽറ്റസ് നമ്മളോട് സംസാരിക്കുന്നതാണ്. ഇതൊരു ഗായക സംഘത്തിൻ്റെ വിജയമായിട്ടല്ല, ദൈവകൃപയുടെ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ കൂട്ടത്തിലുള്ള എല്ലാവരും നമ്മളോടൊത്ത് സഹകരിച്ചതിൻ്റെ ഒരു ഗുണമാണ് ഇന്ന് നിങ്ങൾ കേട്ടത്. വളരെ സ്വർഗീയമായ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇന്നത്തെ ഈ ഗായക സംഘം ഇവിടെ ഉണ്ടാക്കിയതെന്ന് ഓരോരുത്തർ വന്ന് പറഞ്ഞ് നമ്മളെ കൺഗ്രാജുലേറ്റ് ചെയ്യുമെന്ന് കാണുമ്പോൾ ദൈവത്തിന് തന്നെയാണ് നന്ദി പറയുന്നത്. ഇതൊന്നും നമ്മളുടെ ഗുണം കൊണ്ടോ കഴിവ് കൊണ്ടോ ഒന്നും ആയതല്ല, തമ്പുരാൻ തന്ന അനുഗ്രഹമാണ്. ബിനോജ് അച്ഛൻ്റെ കോമ്പോസിഷൻസും അത് നമുക്ക് ഒരുക്കി തന്നവരും ഒക്കെ ഒത്തിരി പേര് ഇതിൻ്റെ പുറകിലുണ്ട്. ഇതിലുള്ള ഓരോ കുട്ടികൾ തൊട്ട് മുതിർന്നവരും സിസ്റ്റേഴ്സും അച്ഛന്മാരും ബ്രദേഴ്സും എല്ലാവരും ഒന്നിച്ച് സഹകരിച്ചതിൻ്റെ ഒരു ഫലമാണിത്. എല്ലാവർക്കും നന്ദി പറയുന്നു. അതോടൊപ്പം മറിയം ത്രേസ്യയോടൊത്ത് ഞങ്ങൾക്കും ദൈവത്തെ സ്തുതിക്കാനായിട്ട് കിട്ടിയ ഈ അവസരത്തിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ ഇവർക്ക് എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് കൊടുത്തുകൊണ്ട് മറിയം ത്രേസ്യ നീ മറിയത്തിൻ ത്രേസ്യ, മറിയം ത്രേസ്യ നീ മറിയത്തിൻ ത്രേസ്യ, മറിയം ത്രേസ്യ നീ മറിയത്തിൻ ത്രേസ്യ. മറിയം ത്രേസ്യാമ്മയുടെ ശക്തമായ മാധ്യസ്ഥവും അനുഗ്രഹവും എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട ബിനോജ് അച്ഛൻ എഴുതി സംഗീതം നൽകിയ മനോഹരമായ ഗാനം ഇന്നത്തെ വിശുദ്ധ ബലിയിൽ നമ്മളതിൻ്റെ മുഴുവൻ ഭാഗം കേൾക്കുന്നതായിരിക്കും. വിശുദ്ധ ബലിയുടെ ആമുഖ ശുശ്രൂഷയിൽ പാടുന്ന എൻട്രൻസ് സോങ് ആയിരിക്കും അത്. നമുക്ക് നമ്മുടെ ഡിസ്കഷൻ്റെ ഭാഗത്തേക്ക് തിരിച്ചു പോകാം. നമ്മൾ ഡിസേൺമെൻറ്റിനെ പറ്റിയും അതുപോലെ തന്നെ സ്പിരിച്വൽ ഫാദർ, റോൾ ഓഫ് എ സ്പിരിച്വൽ ഫാദർ, ആ കാര്യങ്ങൾ പറഞ്ഞോണ്ടെന്ന് പലർക്കുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. ആത്മീയ ജീവിതത്തിൽ ഈ സ്പിരിച്വൽ ഫാദറും ഡിസേൺമെൻറ്റും എല്ലാം അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും മാത്രമുള്ളൊരു കുത്തകയാണോ, അവർക്ക് വേണ്ടി മാത്രമുള്ളൊരു സാധനമാണോ എന്നുള്ളത്. അതിൻ്റെ ഒരു മറുഭാഗം അൽമായന് സംസാരിക്കാനുണ്ട്. അത് അൽമാരുടെ ജീവിതത്തിൽ വളരെ ആഴപ്പെട്ടൊരു സാധനമാണ്, അത്യാവശ്യമുള്ള സാധനമാണെന്നുള്ളത്. നമ്മുടെ റൈച്ചേട്ടനൊന്ന് പറഞ്ഞൊരു നല്ലതായിരിക്കും അതിനെപ്പറ്റി. എന്തായാലും എല്ലാ അൽമായ പെർസ്പെക്റ്റീവും പറയാൻ നിർബന്ധിതനായ ഒരു സാഹചര്യമാണ് എനിക്ക്, വേറെ ഓപ്ഷൻസ് ഇല്ല. എങ്കിലും ഞാൻ ജസ്റ്റ് ഈ പാട്ട് കണ്ടപ്പോൾ അവരെല്ലാവരും കാണുമ്പോൾ ഏറെ സന്തോഷം. കാരണം ബിനോജ് മുളവരിക്കൽ അച്ഛനെയും അതുപോലെ ഡെൽറ്റസ് ഏട്ടൻ, അതിൻ്റെ അപ്പുറത്ത് ഞാൻ സുനിലേട്ടനെ കാണുമായിരുന്നു. ഒത്തിരി പരിചയമുള്ള ആളുകൾ, നമ്മുടെ ആളുകൾ, ഹോളി ഫാമിലി സിസ്റ്റേഴ്സ്, പല കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സ് എല്ലാവരും ഒരുമിച്ച് പാടുന്നത് കാണുമ്പോൾ ഏറെ സന്തോഷം. ഇവിടെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, സിസ്റ്റർ മുമ്പ് ഡിസേൺമെൻറ്റിനെ കുറിച്ച് മറിയം ത്രേസ്യാമ്മയുടെ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു ഡിസേൺമെൻറ്റ് എന്നാണ് പറയാൻ ശ്രമിച്ചത്. ഞാൻ ഒരു ചെറിയ കാര്യം ജെറച്ചൻ പറഞ്ഞതിനോട് ചേർത്ത് പറയുന്നത്, ഡിസേൺമെൻറ്റ് എന്ന് പറയുന്നത് അത് ദൈവവിളിയെക്കുറിച്ച് മാത്രം, ജീവിതാന്തസ്സിനെ കുറിച്ച് മാത്രം അന്വേഷിക്കുന്ന ഒന്നല്ല. ഒരുപക്ഷെ അത് വളരെ ജീവിതാന്തസ്സിലേക്കുള്ള ഒരു ഡിസേൺമെൻറ്റ് ജീവിതത്തിലെ ഏറ്റവും ക്രൂഷ്യലായിട്ടൊരു ഡിസിഷനാണ്, പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഡിസേൺമെൻറ്റ് എന്ന് പറയുന്നത് അത് ദൈനംദിന ജീവിതത്തിൽ നടക്കണതാണ്. കാരണം എന്താണ് ഡിസേൺമെൻറ്റ്? ദൈവത്തിൻ്റെ ഹിതം, യേശുവിൻ്റെ ഹിതം, ഈശോയുടെ ഇഷ്ടം അന്വേഷിക്കലാണ്, കണ്ടെത്തലാണ്. ഇന്ന് ഒരുപക്ഷെ
തിന്മ അതിവേഗത്തിൽ വളരുന്ന ഈ ലോകത്തിൽ, നന്മയുടെ രൂപത്തിൽ തിന്മ വരുന്ന ഈ ലോകത്തിൽ സ്വാഭാവികമായും സാധാരണ ആളുകൾ കൺഫ്യൂസ്ഡ് ആവുന്നൊരു സിറ്റുവേഷനാണുള്ളത്. അവിടെ ഡിസേൺമെൻറ്റിന് ദൈവവുമായിട്ടുള്ള ബന്ധമാണ് പ്രധാനപ്പെട്ടത്. ഈശോയുമായിട്ടുള്ളൊരു ഇൻറ്റിമസിയാണ്. എത്രമാത്രം ഞാൻ യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ വളരുന്നു, അതിൽ നിന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്ന ധാരാളം സാധ്യതകളുണ്ട്. വിശുദ്ധ കുർബാനയും ദൈവവചനവും ദിവ്യകാരുണ്യ ആരാധനയും മറ്റു കൂദാശകളും മറ്റു എല്ലാ പ്രാർത്ഥനാ രീതികളും അതിനുള്ള വഴിയാണ്. പക്ഷേ എൻ്റെ ഈശോയുമായുള്ള ബന്ധം, ട്യൂണിങ്, അതാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് ഏതാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ദൈവാത്മാവിൻ്റെ പ്രചോദനം അനുസരിച്ച് നമ്മുടെ ഇന്നർ ടോക്സിൽ നിന്ന്, നമ്മുടെ ഒരു ഉള്ളിലേക്കുള്ള നമ്മുടെ നോട്ടത്തിൽ നിന്ന്, ചുറ്റുപാടും കാണുന്ന അടയാളങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. ധാരാളം സയൻസ് നമ്മുടെ മുമ്പിൽ വരും. ബൈബിള് തീർച്ചയായിട്ടും ഈ ഡിസേൺമെൻറ്റിന് സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉറപ്പായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ സമപ്രായക്കാരായ ആളുകൾ, വിശ്വാസത്തിൻ്റെ അതേ വഴിയിൽ നമ്മളോട് ഒരുമിച്ച് നടക്കുന്നവർ, മുതിർന്നവർ, സിസ്റ്റേഴ്സ്, അച്ഛന്മാർ, മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, ഇവരൊക്കെ ഈ ഡിസേൺമെൻറ്റിൻ്റെ വഴിയിൽ നമ്മളെ സഹായിക്കുന്നതാണ്. പ്രത്യേകിച്ച് കുടുംബങ്ങളാണല്ലോ. ഒരുപക്ഷെ മറിയം ത്രേസ്യാമ്മയെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് അമ്മയുടെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ അത് കുടുംബമാണ്. കുടുംബങ്ങൾ, പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ട ഡിസേൺമെൻറ്റ് ചിലപ്പോൾ ഇന്ന് ഏറെ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മളെ പലപ്പോഴും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം, കുടുംബത്തിൻ്റെ ജീവിതത്തെ തിരഞ്ഞെടുക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ ഒരിക്കലും ദൈവികമായ കാഴ്ചപ്പാടുകളല്ല, ആത്മീയമായ കാഴ്ചപ്പാടുകളല്ല, സുവിശേഷത്തിൻ്റെ മൂല്യങ്ങളല്ല, മറിച്ച് മാനുഷികമായ ലോകം വയ്ക്കുന്ന സ്കെയിലാണ് പലപ്പോഴും കുടുംബജീവിതത്തിലേക്കുള്ള ഡിസേൺമെൻറ്റിന് ഇന്ന് പലരും കരുതുന്നത് എന്നുള്ളത് വലിയൊരു സങ്കടകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് എങ്ങനെ കാണുന്നു, യേശു എങ്ങനെ കാണുന്നു എന്ന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ദൈവഹിതം അന്വേഷിക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ അതിന് ശേഷം നമുക്ക് വരാമായിരിക്കാം ഒരു മെൻറ്ററിങ്ങിലേക്കും. തീർച്ചയായിട്ടും ഞാൻ മറിയം ത്രേസ്യാമ്മയുടെ ഏറ്റവും പ്രശസ്തമായ ഒരു വാക്കുകൾ ഓർക്കുകയായിരുന്നു, ദൈവമല്ലേ, എൻ്റെ മക്കളായി നമ്മൾ എന്തിന് ആകുലപ്പെടണം. ഈ ഒരു ഡിസേൺമെൻറ്റുമായിട്ട് വളരെ പ്രധാനപ്പെട്ടൊരു വചനം കൂടിയാണ്. തീർച്ചയായും നമുക്ക് എന്തുകൊണ്ട് ആകുലത വരുന്നത്, അല്ലെങ്കിൽ തെറ്റുപറ്റി പോവുക, ടെൻഷൻ വരുന്നതുകൊണ്ടാണ്. അത് ദൈവഹിതം ആണോ എന്ന് ഉറപ്പില്ലാത്തതുകൊണ്ടാണ്. ദൈവഹിതമാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ആകുലപ്പെടണം? നമ്മൾ ദൈവമല്ലേ പിന്നെ കാര്യങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നതൊക്കെ നമ്മളൊരു കാര്യം ഫിക്സ് ചെയ്യുക, എന്നിട്ട് ദൈവം വന്നങ്ങ് നടത്തി തരാൻ വേണ്ടി ഇമ്പോസ് ചെയ്യുക. ബട്ട് ഈശോ തന്നെ കാണിച്ചു തരുന്ന മാതൃക എന്താ? അവൻ എല്ലാ പുലർകാലങ്ങളിലും വൈകുന്നേരങ്ങളിലും അവൻ മലമുകളിൽ പോയി പിതാവിൻ്റെ ഹിതം അറിയുവാൻ വേണ്ടി ഇരുന്നു എന്നാണ് പറയുന്നത്. ഈശോ തന്നെ ബെസ്റ്റ് മാതൃക. നമുക്ക് നമ്മുടെ അച്ഛനിലേക്ക് ഒന്ന് പോകാം. കാരണം അച്ഛനോട് സംസാരിക്കാൻ പറ്റുന്നൊരു ഭാഗം കൂടിയാണ്. ഒരു ഫോർമാറ്റ് സെമിനാരിക്കാരൻ എന്ന നിലയിലൊക്കെ സ്പിരിച്വൽ ഡയറക്ഷൻ, മെൻറ്ററിങ്, ഡിസേൺമെൻറ്റ് ഭാഗങ്ങളൊക്കെ പറയുക ചേട്ടാ. മറിയം ത്രേസ്യാമ്മയുടെ ജീവിതത്തിലെ ശരിക്കും പറഞ്ഞാൽ ഒരു പുണ്യമായിരുന്നു വിധേയത്തിലച്ഛൻ. വിധേയത്തിലച്ഛൻ്റെ ആ ഒരു നല്ലൊരു ആധ്യാത്മിക ഉപദേശ വഴികളിലൂടെ നടന്നത് ഒരുപക്ഷെ മറിയം ത്രേസ്യയെ ഈ വിശുദ്ധിയാകുന്ന ഈ ഒരു പ്രോസസ്സിലേക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം, ഈ കുടുംബക്കല്ലറ പണിയുന്ന പോലെ തന്നെയല്ലേ അവർ രണ്ടുപേരുടെയും കബറിടവും അടുത്തടുത്ത്, അപ്പൻ്റെയും മകളുടെയും കല്ലറ എന്ന പോലെ. അച്ഛൻ തുടർന്നു. ഈ ഒരു വിധേയത്തിലച്ഛൻ്റെ സാന്നിധ്യം മറിയം ത്രേസ്യ ഒരുപക്ഷെ സിസ്റ്റർ സൂചിപ്പിച്ചു, അവിടെ കുമ്പസാരിച്ച് ആ കുമ്പസാരം കഴിഞ്ഞപ്പോഴാണ് മറിയം ത്രേസ്യ തീരുമാനിക്കുക, ഈ അച്ഛന് മതി എനിക്ക് എൻ്റെ ആധ്യാത്മിക പിതാവായിട്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ആധ്യാത്മിക ഡിറക്ഷൻ മറിയം ത്രേസ്യയുടെ ജീവിതത്തിൽ ഓരോ തീരുമാനങ്ങളെടുക്കുന്ന അവസരത്തിലും അച്ഛൻ കൊടുത്ത നല്ല നല്ല നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ, അദ്ദേഹം വഴി കാണിച്ചു കൊടുത്ത വഴികളിലൂടെ മറിയം ത്രേസ്യ നടന്നത്, ഇത് അവളെ വിശുദ്ധിയിലേക്ക് നയിക്കാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇത് ആധ്യാത്മിക ജീവിതത്തിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് വൈദികരുടെ, സന്യസ്തരുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു ആധ്യാത്മിക ഒരു സ്പിരിച്വൽ ഡയറക്ഷൻ അതൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അതിന് ഒരുപക്ഷെ എവിടെയെങ്കിലും ഒരു കുറവ് വരുമ്പോൾ അതിൻ്റെ ഒരു ഇഫക്റ്റ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ കുറവുകളായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അത് കടന്നു വരുന്ന അനുഭവങ്ങൾ ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ആധ്യാത്മിക ഡിറക്ഷൻ, ഒരു സ്പിരിച്വൽ ഡിറക്ഷൻ തീർച്ചയായിട്ടും സന്യസ്തർക്കും വൈദികർക്കും ഉറപ്പായിട്ടും ഉണ്ട്. അൽമായർക്കും വേണ്ട മേഖലയാണെന്ന് റേജു ചേട്ടൻ പറഞ്ഞു. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ. അമ്മ ഒരു കൗൺസിലറും കൂടിയാണല്ലോ. അമ്മ പഠിച്ചത് അത് തന്നെയാണല്ലോ, ഫാമിലി അപ്പോസിലേറ്റും കൗൺസിലിംഗ്, മാരേജ് ഒക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി സ്പിരിച്വൽ ഡയറക്ഷൻ അല്ലെങ്കിൽ പോലും ഫാമിലികൾക്ക് അമ്മ കൊടുക്കുന്നത് ഈ ഒരു ആത്മീയമായ ഒരു ഗൈഡൻസ് തന്നെയാണല്ലോ. അമ്മയുടെ ആ ഒരു മിനിസ്ട്രിയെ പറ്റിയൊക്കെ ഒന്ന് ആ ഭാഗത്തൊന്ന് പറയാമോ? ഇപ്പോൾ ഈ സ്പിരിച്വൽ ഡിറക്ഷൻ എന്ന് പറയുമ്പോഴും അത് കൗൺസിലിംഗ് എന്ന് നമ്മൾ വാക്കുകളിലൊക്കെ പറഞ്ഞാലും ഒരു ആത്മീയ നേതൃത്വത്തിലേക്ക് അല്ലെങ്കിൽ ആത്മീയ വളർച്ചയിലേക്കാണ് അവരെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. അവരുടെ മാനസികാവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കിയിട്ട്
ഇന്ന് നമ്മുടെ പ്രശ്നങ്ങളുടെയൊക്കെ കാരണത്തിലേക്ക് നമ്മളൊന്ന് കടന്നു പോയാൽ ഈ ജീവിത അനുഭവങ്ങൾ അല്ലെങ്കിൽ അനുദിന ജീവിതത്തെ ദൈവികമായൊരു കാഴ്ചപ്പാടോടുകൂടി കാണാനായിട്ട് സാധിക്കാതെ പോകുന്നതാണ് ഇന്ന് ഒരുവിധം എല്ലാ പ്രശ്നങ്ങളുടെയും കാരണമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് ദൈവഹിതത്തിന് അനുസരിച്ച് നമ്മളുടെ ജീവിത അനുഭവങ്ങളെ നേരിടാനായിട്ട് വ്യക്തികളെ പരിശീലിപ്പിക്കുകയാണ് നമ്മൾ കൗൺസിലിങ്ങിലൂടെ, അല്ലെങ്കിൽ അവരതിനെ ബോധവാന്മാരും ബോധവതികളാക്കുകയാണ് നമ്മൾ കൗൺസിലിങ്ങിലൂടെ ചെയ്യുന്നത്. അല്ലാതെ അവർക്കൊരു മരുന്ന് കൊടുക്കുന്നതല്ല, അല്ലെങ്കിൽ ഒരു ഉപദേശം കൊടുക്കുന്നതല്ല. അവരുടെ തന്നെ ജീവിതത്തെ എന്താണെന്ന് മനസ്സിലാക്കി അവർ അതിനെ ദൈവികമായൊരു കാഴ്ചപ്പാടോടുകൂടി അതിൻ്റെ വിവിധ വശങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അവരതിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയും ഈ ഡിസേൺമെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ നിമിഷവുമാണ് ഈ ഡിസേൺമെൻറ്റ് ആവശ്യമായിട്ട് വരുന്നത്. ഇത് വേണോ, അത് വേണോ, അങ്ങനെ ജീവിക്കണോ, ഇങ്ങനെ പോകണോ. ഈ ഡിസേൺമെൻറ്റ് എന്ന് പറയുമ്പോൾ അത് ദൈവഹിതം എന്നുള്ളതിൽ നിന്ന് ആ ദൈവഹിതം എന്ത് എന്ന് അനുദിന ജീവിതത്തിൽ നമ്മൾ കണ്ടെത്തുന്ന ഒരു പ്രധാന നിമിഷമാണ്. അപ്പോൾ കൗൺസിലിങ് പ്യുവർലി ഞാൻ പറയും അതൊരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് നമ്മളതിനോട് നേരിടുന്നത്. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ഒക്കെ ഒരു സമന്വയം ഒരു വ്യക്തിയിൽ വരുത്തുന്നതാണ്. അതിന് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നു കൗൺസിലിംഗ്. ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 3/4 മണിക്കൂർ 1 മണിക്കൂർ ശേഷം റോമിൽ നിന്നുള്ള കാനോനൈസേഷൻ സെറമണി ആരംഭിക്കും. ഇപ്പോൾ റോമിൽ സമയം 8:45 കഴിഞ്ഞു. ഏകദേശം 3/4 മണിക്കൂറിന് ശേഷം അവിടുന്ന് റോമിൽ നിന്നുള്ള ഏകദേശം 1 മണിക്കൂറിന് ശേഷം റോമിൽ നിന്നുള്ള ലൈവ് ടെലികാസ്റ്റ് ആരംഭിക്കുന്നതായിരിക്കും. നമുക്ക് നമ്മുടെ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാം. നേരത്തെ ചേട്ടൻ പറഞ്ഞു നിർത്തിയ ഭാഗം മെൻറ്ററിങ് ഓർ എൽഡറിങ്, അതായത് ആ വാക്കുകളൊന്നും സാധാരണക്കാർക്ക് അത്ര ഫെമിലിയർ അല്ലെങ്കിൽ പോലും ആൾക്കാർ നടത്തുന്ന കാര്യങ്ങളാണ്. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു അച്ഛൻ്റെ അടുക്കലോ സിസ്റ്ററിൻ്റെ അടുക്കലോ ആത്മീയമായിട്ട് വളർന്ന ആളുടെ അടുക്കലോ ഓടിച്ചെല്ലുക എന്ന് തന്നെ അത് ഉറപ്പാണ്. ഞങ്ങൾക്ക് 4 പേർക്ക് എന്തായാലും ഒരു സ്പിരിച്വൽ ഡയറക്ടറും കുമ്പസാരക്കാരനൊക്കെ റെഗുലർ ആയിട്ടുണ്ട്. അത് ഒരു ആത്മീയ ചിട്ടയുടെയും വളർച്ചയുടെയൊക്കെ ഭാഗങ്ങളാണ്. പക്ഷേ ഒരു അൽമാനെ സംബന്ധിച്ച് പലപ്പോഴും അതൊരു നെസസിറ്റി ആയിട്ടൊക്കെ ആണെങ്കിൽ പോലും അത് പരിഗണിക്കപ്പെടാതെ പോകുന്ന സാധനമാണ്. ചേട്ടാ അതിനെപ്പറ്റി വളരെ ആധികാരികമായിട്ട് സംസാരിക്കപ്പെട്ടിരുന്നു. അത്ര ആധികാരികമായിട്ടല്ലെങ്കിലും ഞാൻ എൻ്റെ ഒരു ചെറിയ അനുഭവത്തിൽ നിന്ന് ഞാൻ തീർച്ചയായിട്ടും സംസാരിക്കാം. കാരണം ഞാൻ ഇതിനകത്തൊരു ചെറിയൊരു ഡയമെൻഷൻ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാനും കൂടെ മനസ്സിൽ ചിന്തി. കാരണം ഡിസേൺമെൻറ്റ് തീർച്ചയായിട്ടും മെൻറ്ററിങ്ങിൻ്റെയും ഒരു സ്പിരിച്വൽ ഡയറക്ഷൻ്റെയും ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ്. ഡിസേൺമെൻറ്റിന് വേണ്ടി മാത്രമല്ല ഈ സ്പിരിച്വൽ ഡയറക്ഷൻ ആൻഡ് മെൻറ്ററിങ് എന്ന് പറയുന്നത്. കാരണം ഞാൻ മുമ്പ് മ്യൂസിയത്തിൽ ആ സിസ്റ്റർ ഓരോന്ന് കാണിച്ചു വന്നപ്പോൾ ആ ചട്ട കാണിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ചട്ടയ്ക്കുള്ളിൽ ഞാൻ ആ മ്യൂസിയത്തിൽ കുടുംബമായിട്ട് 2 പ്രാവശ്യം പോയി പ്രാർത്ഥിക്കാനിടയായിട്ടുണ്ട്. അപ്പോൾ ഈ ചട്ടയിൽ ഈ മുഴുവൻ മുള്ളുകൾ അല്ലേ, ഇരുമ്പിൻ്റെ കമ്പികൾ വെച്ചിട്ട് അത് ദേഹത്തിട്ടുകൊണ്ട് അമ്മ ഒരിക്കലും അമ്മയെ പീഡിപ്പിക്കുകയല്ല, മറിച്ച് അമ്മയുടെ ജീവിതത്തിൽ വിശുദ്ധി ആഗ്രഹിച്ചുകൊണ്ട് അമ്മ ആ ഒരു വഴിയിലേക്ക് നടക്കാൻ വേണ്ടിയാണ്. ഞാൻ പറയണേ, എൻ്റെ ജീവിതത്തിൽ സ്പിരിച്വൽ ഡയറക്ഷനും മെൻറ്ററിങ് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന, അല്ലെങ്കിൽ യഥാർത്ഥമായ സ്പിരിച്വൽ ഡയറക്ഷൻ തീർച്ചയായിട്ടും അത് തന്നെയാണ്. അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനൊക്കെ അതിനെക്കുറിച്ച് അറിയാം. നമ്മുടെ ഇന്നർ മനുഷ്യനെ രൂപപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് ആക്ച്വലി സ്പിരിച്വൽ ഡയറക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ പലപ്പോഴും നമ്മുടെ ക്വാളിറ്റി ചെക്ക് എന്താ, നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് പല സാഹചര്യങ്ങളോട് പ്രതികരിക്കേണ്ടി വരുമ്പോഴാണ് തനി സ്വഭാവം പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് എന്നെ പോലുള്ള അൽമായൻ ഏറ്റവും കൂടുതൽ തനി സ്വഭാവം പുറത്തു വരുന്ന ട്രാഫിക്കിലാണ്. അത് ഞാൻ സ്വാഭാവികമായിട്ടും ട്രാഫിക്കിൽ സാധാരണ നമ്മൾ വീട്ടിൽ നമുക്ക് അപ്പനും അമ്മയൊക്കെ ഉണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ ഓപ്പോസിറ്റ് റോങ് ആയിട്ട് നമ്മളെന്തെങ്കിലും റോങ് ആയിട്ട് ഓടിക്കുമ്പോൾ മറ്റ് ഡ്രൈവറാണ് ഇപ്പോൾ അപ്പനും അമ്മേനെയൊക്കെ ഓർമ്മപ്പെടുത്തി തരുന്നത്. നമ്മുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നുള്ള അവരാണ് പറയുന്നത് പലപ്പോഴും നമ്മളോട്. പക്ഷേ എൻ്റെ പ്രശ്നം, ഞാൻ ജീസസ് യൂത്തുകാരനായി പോയതുകൊണ്ട് ആത്മീയ വഴി ജീവിക്കുന്നതുകൊണ്ട് ഈ പറയുന്ന തെറിയും മോശം വാക്കും ഒന്നും പറയാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഒരു ഓൺ അടിച്ചിട്ട് അവനോട് നോട്ടം നോക്കും. ആ നോട്ടത്തിൽ അവന് നാട്ടിലെ മുഴുവൻ തെറിയും മനസ്സിലാവും. ഇത് അവനെല്ലാം തെറിയും, മറ്റാണ് ഒരു തെറി കേട്ടാൽ മതി, ഇത് മുഴുവൻ തെറി അവൻ മനസ്സിലായി. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് പലപ്പോഴും ഇതുപോലത്തെ ഡിഫിക്കൽട്ട് മൊമെൻറ്റിൽ ദ സ്പോണ്ടേനിയസ് റെസ്പോൺസ് ആണ് നമ്മുടെ ഇന്നർ മനുഷ്യനെ പുറത്താക്കുന്നത്. മെൻറ്ററിങ്, സ്പിരിച്വൽ ഡയറക്ഷൻ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഡീപ്പൺ ചെയ്യുന്ന, നമ്മുടെ ഉള്ളിൽ നമ്മളെ രൂപപ്പെടുത്തുന്ന ഒരു പ്രോസസ്സാണ്. എനിക്ക് വർഷങ്ങളായിട്ട് കോതമംഗലം രൂപതയിലെ വികാരി ജനറലായ ജോർജ് ഓലിയപ്പുറച്ചൻ എൻ്റെ സ്പിരിച്വൽ ഡയറക്ടറായിരുന്നു. പിന്നീട് ഞാൻ ജീസസ് യൂത്തിൽ ഇപ്പോൾ വളരെ സജീവമായിട്ടുള്ളത് കൊണ്ട് മൂവ്മെൻറ്റിൻ്റെ പശ്ചാത്തലത്തിലും കൂടി ഇൻവോൾവ് ചെയ്യുന്ന അച്ഛനും കൂടി ഉള്ളതുകൊണ്ട് ഓലിയപ്പുറച്ചനെ കൂടാതെ ഫാദർ ബിറ്റാജു എന്ന് പറയുന്ന അച്ഛൻ എൻ്റെ സ്പിരിച്വൽ ഡയറക്ടറാണ്. അതുപോലെ ഒരു ലേ മെൻറ്റർ എനിക്കുണ്ട്, ടോംസ് മൈക്കിൾ എന്ന് പറയുന്നത്. ഇവരെൻ്റെ ജീവിതത്തിൽ ഒരിക്കലും തീരുമാനം എടുക്കുന്ന ആളുകളല്ല. ഇന്ന് പലപ്പോഴും മെൻറ്ററിങ് അൽമായ ആളുകൾ കൺഫ്യൂസ്ഡ് ആയി പോകുന്ന വഴിയുണ്ട്. സ്വന്തം ജീവിതത്തിൽ തീരുമാനം എടുക്കുന്നത് നമ്മൾ തന്നെയാണ്. അതിലേക്ക് എന്നെ സഹായിക്കുന്നവരാണ് എൻ്റെ മെൻറ്റേഴ്സും സ്പിരിച്വൽ ഡയറക്ടേഴ്സും. എല്ലാവർക്കും ആത്മീയ വളർച്ചയ്ക്ക് അങ്ങനെയൊരു സ്പിരിച്വൽ അക്കമ്പനിമെൻറ്റ്
ആവശ്യമുണ്ട്. ദൈവഹിതം കേൾക്കാൻ സഹായിക്കൽ തന്നെയാണ് ഒരു സ്പിരിച്വൽ ഡയറക്ടറിൻ്റെ മെൻറ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. അതായത് നമ്മൾ ജിമ്മിലൊക്കെ പോയി നമ്മുടെ ശരീരത്തേക്ക് പുഷ്ടിപ്പെടുത്തി ശരീരത്തെ ടൈം ചെയ്യുന്ന പോലെ ആത്മാവിനെ ടൈം ചെയ്ത് എപ്പോഴും ദൈവത്തെ പരിശുദ്ധാത്മാവിനെ കേൾക്കാനും അനുസരിക്കുവാനുള്ളൊരു കൃപയാണ് മെൻറ്ററിങ് എൽഡറിങ്ങിലൂടെ നമുക്ക് കിട്ടുന്നത്. നമുക്ക് ചേട്ടനിടയ്ക്ക് പറഞ്ഞു പോയ മുൾച്ചട്ട അതുപോലെയുള്ള ആത്മീയ അഭ്യാസങ്ങൾ, നമുക്ക് അതിലേക്ക് ഈ നിമിഷം ഒന്ന് പോകാം. അമ്മയുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കാണിക്കുന്ന ഏകാന്ത ഭവനം, അമ്മയുടെ ആത്മീയ അനുഭവങ്ങൾ നമുക്കായി പറഞ്ഞു തരുന്ന ഏകാന്ത ഭവനത്തിലേക്ക് നമുക്ക് ഈ നിമിഷം യാത്രയാവാം. വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ പുത്തൻചിറയിലുള്ള ഈ ഏകാന്ത ഭവനം ഒരു ചരിത്ര സ്മരണികയാണ്. തനിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ, ഏകാന്തതയിൽ ഈശോയെ സ്നേഹിക്കാൻ ഒരു ഭവനം മനസ്സിൽ സ്വപ്നം കണ്ട് കൊതിച്ചിരുന്ന മറിയം ത്രേസ്യ തൻ്റെ വലിയ ആഗ്രഹത്തെ ആത്മീയ പിതാവായ ധന്യൻ ജോസഫ് ഇദയത്തിൽ അച്ഛനെ അറിയിച്ചു. അച്ഛൻ അന്നത്തെ മെത്രാനായിരുന്ന അഭിമന്യ യോഹന്നാൻ മേനാച്ചേരി പിതാവിനെ അറിയിച്ചതിൻ്റെ ഫലമായി മറിയം ത്രേസ്യയെ ഒല്ലൂരുള്ള കർമ്മലിത്ത മഠത്തിലേക്ക് അയക്കുകയാണ് ചെയ്തത്. അവിടെ തൻ്റെ ജീവിതം ആരംഭിച്ച മറിയം ത്രേസ്യ തൻ്റെ ദൈവഹിതം ഇതല്ല എന്ന് തിരിച്ചറിയുകയും ഒപ്പം പുത്തൻചിറയിലെ നാട്ടുകാർക്ക് മറിയം ത്രേസ്യയുടെ അഭാവം സാരമായി അനുഭവപ്പെടുകയും ചെയ്തപ്പോൾ അവർ മറിയം ത്രേസ്യയെ തിരിച്ചുകൊണ്ട് വരണമെന്ന് വികാരിയായിരുന്ന ധന്യൻ ജോസഫ് ഇദയത്തിലച്ഛനെ അറിയിച്ചു. മെത്രാനച്ചൻ അഭിമന്യ യോഹന്നാൻ മേനാച്ചേരി പിതാവ് മറിയം ത്രേസ്യയെ പുത്തൻചിറയിലേക്ക് തിരിച്ചയക്കുകയും അവൾക്ക് തനിച്ച് പ്രാർത്ഥിക്കാൻ ഒരു ഏകാന്ത ഭവനം, ഒരു മുറി പണിതു കൊടുക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അങ്ങനെ പണിതുയർത്തപ്പെട്ട ഏകാന്ത ഭവനമാണ് നമ്മളീ കാണുന്നത്. അമ്മയുടെ പ്രഥമ ഭവനമായ ഏകാന്ത ഭവനത്തിൽ അമ്മ ഉപയോഗിച്ചിരുന്ന മുറിയിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ഇവിടെ വെച്ചാണ് അമ്മയ്ക്ക് ഒട്ടേറെ മൗതികാനുഭവങ്ങൾ ഉണ്ടായി അതിന് സാക്ഷ്യം വഹിച്ചൊരു മുറിയാണിത്. പ്രത്യേകിച്ചും പഞ്ചക്ഷതങ്ങളും പാരവശ്യവും അതിലുപരിയായിട്ട് വെള്ളിയാഴ്ച ദിവസം തോറും ഈശോയുടേതുപോലെ കുരിശിൽ തറയ്ക്കപ്പെട്ട ആകൃതിയിലാണ് അമ്മ ഈ ചുമരിന്മേൽ തറയ്ക്കപ്പെട്ട രീതിയിൽ കാണപ്പെട്ടിരുന്നു. നിലത്ത് നിന്നും കുറച്ച് ഉയരത്തിൽ പൊങ്ങിയിട്ടാണ് കൈ രണ്ടും വിരിച്ചു പിടിച്ച് കുരിശാകൃതിയിൽ തറയ്ക്കപ്പെട്ടതുപോലെ ഈ ചുമരിന്മേൽ അമ്മ കിടന്നിരുന്നത്. ആ സമയത്ത് തലയിൽ ഒരു മുൾമുടി ധരിപ്പിച്ചിട്ട് അതിനെ വലിച്ചൂരിയെടുത്താൽ ഉണ്ടാകുന്ന ആ ദ്വാരങ്ങളും അതിൽ നിന്ന് രക്തം പൊടിഞ്ഞിരുന്നതൊക്കെ ജനങ്ങൾ തന്നെ അത് കണ്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അമ്മ കുരിശാകൃതിയിൽ ചുമരിന്മേൽ കിടന്ന സ്ഥാനത്ത് ഏകദേശം ഒരു അല്പം തടിച്ച രൂപത്തിൽ ആ കുരിശിൻ്റെ ആകൃതി ഇന്നും നമുക്ക് ആ ചുമരിൽ കാണാം. ഇത് കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ഒട്ടേറെ പേര് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന്, വിദൂരങ്ങളിൽ നിന്ന് പോലും ഇവിടെ എത്തി ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അനുഭവം പ്രാപിച്ച് അത്ഭുതങ്ങൾക്ക് സാക്ഷികളായിട്ട് ഇവിടെ നിന്ന് മടങ്ങാറുണ്ട്. ഈ അത്ഭുതങ്ങളെല്ലാം നോക്കിക്കാണുമ്പോൾ അമ്മയ്ക്കുണ്ടായ അനുഭവങ്ങളുടെ ഒരു സ്മരണികയും അവശേഷിപ്പുമായിട്ട് ഇത്തരം അടയാളങ്ങളെ തന്ന ദൈവത്തിന് 1000 നന്ദി. പുത്തൻചിറയിലെ വിശുദ്ധമായ ഏകാന്ത ഭവനത്തിൽ ദൃശ്യങ്ങളായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ ഉറപ്പായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്നതോട് പറയും, സമയം കിട്ടുമ്പോൾ ഫാമിലി ഒന്നിച്ച് കുടുംബമൊക്കെ മക്കളൊക്കെ ആയിട്ട് ഉറപ്പായിട്ടും ഈ ഒരു ഏകാന്ത ഭവനത്തിൽ പോയി നല്ലൊരു സമയം ചെലവഴിക്കണം. അമ്മയുടെ ഒരു ആത്മീയത, അമ്മ ഈശോയെ തൊട്ടറിഞ്ഞ ആ ഒരു വലിയ അനുഭവത്തിൻ്റെ ഒരു ആത്മീയത സ്വീകരിക്കുവാനായിട്ട് ഉറപ്പായിട്ട് പോകണം. നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മൾ ചർച്ചയിലേക്ക് പോകുന്നത് പഞ്ചക്ഷതങ്ങളെ പറ്റിയാണ്.
തിരുസഭയിലെ ഒട്ടനേകം വിശുദ്ധർ പഞ്ചക്ഷതങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈശോയുടെ തന്നെ തിരുമുറിവുകൾ ശരീരത്തിൽ സ്വീകരിക്കുന്ന ഒരു അവസ്ഥ. ആദ്യമായിട്ടൊക്കെ സഭയിൽ ഏറ്റവും ഫേമസ് ആയത് അസീസിലെ ഫ്രാൻസിസ് പുണ്യാളനൊക്കെ ആയിരുന്നു. നമുക്ക് ഏറ്റവും പരിചിതം പാദ്രെ പിയോ, നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചു പോയ വിശുദ്ധ പാദ്രെ പിയോ, ഭാരതത്തിൽ നിന്നുള്ള ആദ്യത്തെ വിശുദ്ധ, പഞ്ചക്ഷതമുള്ള ആദ്യത്തെ വിശുദ്ധ മറിയം ത്രേസ്യ. നമ്മുടെ ഡെമിനച്ചൻ ഇപ്പോൾ നമുക്ക് എന്താണ് പഞ്ചക്ഷതമെന്നും ആ ഒരു അനുഭവം ഒന്ന് വിവരിച്ചു തരും സഭയുടെ കാഴ്ചപ്പാടുകളിൽ നിന്ന്. പഞ്ചക്ഷതം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ തിരുമുറിവുകളെ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങുക, കർത്താവിൻ്റെ പീഡാസഹനത്തിൽ പങ്കുചേരുക, കർത്താവ് അനുഭവിച്ച വേദന സ്വന്തം ശരീരത്തിൽ അനുഭവിക്കുക. അങ്ങനെ കർത്താവിൻ്റെ പീഡാസഹനത്തിൽ ഞാനും കൂടെ പങ്കുചേരുന്നൊരു അനുഭവം. അപ്പോൾ തീർച്ചയായിട്ടും മറിയം ത്രേസ്യയുടെ ജീവിതത്തിൽ തന്നെ ഒരിക്കൽ പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്, കർത്താവെ ആ കുരിശ് ഇങ്ങോട്ട് താഴെ ഞാൻ പിടിക്കാം എന്ന് മറിയം ത്രേസ്യ പറഞ്ഞതായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ, യേശുവിൻ്റെ പീഡാസഹനങ്ങൾ സ്വന്തം ജീവിതത്തിൽ, സ്വന്തം ശരീരത്തിൽ അനുഭവിക്കുക. വെള്ളിയാഴ്ചകളിലാണ് പല വിശുദ്ധർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് തന്നെ. കർത്താവ് കുരിശിൽ മരിച്ച ദുഃഖ വെള്ളിയാഴ്ചയുടെ ഓർമ്മ കൂടി അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചിട്ടുണ്ടാവണം. ഒരുപക്ഷെ ഇങ്ങനെ പഞ്ചക്ഷതങ്ങൾ ലഭിച്ച ഒരുപാട് വിശുദ്ധർ കത്തോലിക്ക സഭയിലുണ്ട്. ഞാൻ അമ്മയുടെ ജീവിതത്തിൽ തന്നെയുള്ള ഒരു പുസ്തകത്തിലുള്ള ഭാഗം ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ചങ്കിന് പുറമെ ഉള്ളിലും കയ്യിലും രക്തം തുള്ളി തുള്ളിയായി പൊടിയാൻ അമ്മ തുടങ്ങിയിരുന്നു. ക്രമേണ അത് വർദ്ധിക്കുകയും മരണം വരെ കാലിലും കൈകളിലും മാറിലും ഈ മുറിവുകൾ പതിഞ്ഞു കിടക്കുകയും ചെയ്തു. നോമ്പുകാലത്തെ വെള്ളിയാഴ്ചകൾ പ്രത്യേകിച്ച് ഈ മുറിവുകളിൽ നിന്നെല്ലാം രക്തം എപ്പോഴും പ്രവഹിച്ചുകൊണ്ടിരുന്നു. രക്തം കട്ട പിടിച്ച ത്രേസ്യാമ്മയുടെ ചട്ട സാക്ഷ്യമായിട്ട് ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മളത് അല്പം മുമ്പ് മ്യൂസിയത്തിൽ കണ്ടതാണ്. ആദ്യ മുറിവുണ്ടായ ഇടത്ത് വിലാവിനോടടുത്ത് ഒരു കുരിശു പതിഞ്ഞിരുന്നു. 1906 ഒക്ടോബർ 23 വെള്ളിയാഴ്ചയാണ് ത്രേസ്യയ്ക്ക് കർത്താവിൻ്റെ മുൾമുടി ധാരണ അനുഭവം ആദ്യമായി ലഭിച്ചത്. 2 മാലാഖമാർ വന്ന് മുൾമുടി ധരിപ്പിച്ച അനുഭവമാണ് അവൾക്കുണ്ടായത്. അതിനാൽ തലയിൽ നിന്ന് രക്തം പൊടിഞ്ഞുകൊണ്ടേയിരുന്നു. ത്രേസ്യാമ്മ തന്നെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരുക്കുടുംബ സന്യാസിമാരെല്ലാം ഇതിന് സാക്ഷികളുമാണ്. നമുക്ക് സാക്ഷിയോട് തന്നെ ചോദിക്കാം. അമ്മ തന്നെ ഒന്ന് പറഞ്ഞു തരൂ മറിയം ത്രേസ്യാമ്മയുടെ ആ ഒരു പഞ്ചക്ഷത അനുഭവങ്ങളെ പറ്റി. മറിയം ത്രേസ്യാമ്മയുടെ പഞ്ചക്ഷത അനുഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഞങ്ങളുടെ പൂർവികരായ സിസ്റ്റേഴ്സ് പറഞ്ഞു തന്നിട്ടുള്ളത് ഓർമ്മയിലുണ്ട്. അതോടൊപ്പം തന്നെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്ന മറ്റൊരു സംഭവം, മറിയം ത്രേസ്യാമ്മയുടെ അമ്മ വീട് തുറവൂര് മംഗലി കുടുംബമാണ്. അവിടേക്ക് ഒരു ദിവസം പോകുമ്പോൾ അന്ന് രാത്രി മറിയം ത്രേസ്യാമ്മ അവിടെ മറിയം ത്രേസ്യയുടെ അമ്മയുടെ വീട്ടിലാണ് താമസിച്ചത്. ആ സമയത്ത് മറിയം ത്രേസ്യാമ്മയ്ക്ക് പഞ്ചക്ഷത ഉണ്ടായി. ആ പഞ്ചക്ഷതം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആ ചട്ട മുഴുവൻ രക്തത്താൽ നനഞ്ഞു. അന്ന് അവരുടെ ഒരു അമ്മായി ആ ചട്ട ഭദ്രമായി സൂക്ഷിച്ചു വെച്ചു. ഈ അടുത്ത കാലഘട്ടത്തിലാണ് ഈ ചട്ട നമ്മുടെ കുഴുക്കാട്ടുശ്ശേരിയിലേക്ക് സ്മൃതി മണ്ഡപത്തിലേക്ക് കൈമാറിയത്. പ്രത്യേകിച്ച് നമ്മുടെ ഇരിഞ്ഞാലക്കുട രൂപതയുടെ അധ്യക്ഷനായ പോളി കണ്ണുക്കാടൻ പിതാവിൻ്റെ കയ്യിൽ അത് കൊടുത്ത് അത് സഭയിലേക്ക് അത് നൽകിയതായിട്ട് നമുക്ക് കാണാം. ഇന്ന് നമ്മൾ ചെല്ലുമ്പോൾ ആ സ്മൃതി മണ്ഡപത്തിൽ പ്രത്യേകമായിട്ട് ആ ചട്ട അലങ്കരിച്ച് വെച്ചിരിക്കുക, അല്ലെങ്കിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. മറ്റൊരു സംഭവം എന്ന് പറയുന്നത് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്, എൻ്റെ അമ്മൂമ്മ, അപ്പച്ചൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സാക്ഷിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് ഇങ്ങനെ മറിയം ത്രേസ്യാമ്മയോടുള്ള ഒരു പൊരിഞ്ഞ സ്നേഹം തന്നെ പറയാം, അതുണ്ടായിട്ട് അതന്നെ ഞാൻ പൊരിഞ്ഞ സ്നേഹം എന്ന് പറയാം. അത് ആ ഒരു സ്നേഹം വരാനുള്ള കാരണം എൻ്റെ അമ്മ, അതായത് അപ്പച്ചൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. മറിയം ത്രേസ്യാമ്മയുടെ സ്കൂളിലാണ് പഠിച്ചത്, അതായത് കുഴുക്കാട്ടുശ്ശേരിയിലെ സ്കൂളിൽ. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറിയം ത്രേസ്യാമ്മ അവിടേക്ക് വരാറുണ്ട്. വിധേയത്തിലച്ഛനും ഒക്കെ അവിടെ സ്കൂൾ പണിയണ സമയമായിരുന്നു. അപ്പോൾ എപ്പോഴും അമ്മ കൈ ചുരുട്ടി പിടിച്ചിട്ടാണ് വരിക എന്ന് പറയും. കാരണം ആ പാട് ആ കൈകളിൽ ഉണ്ട്. അപ്പോൾ അത് അമ്മ പറയാറുണ്ട്. പിന്നെ മറ്റൊരു സംഭവം എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്, ഒല്ലൂര് മറിയം ത്രേസ്യാമ്മ താമസിക്കുകയുണ്ടായി. അമ്മയുടെ ദൈവവിളി കുറേ കൂടി ആഴത്തിൽ ചിന്തിക്കാൻ വേണ്ടി അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടായൊരു സംഭവം, അവിടെ പഞ്ചക്ഷതം അമ്മയ്ക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ജൂനിയർ സിസ്റ്റേഴ്സ്, പുതുകന്യാസ്ത്രീകൾ എന്ന് പറയും, അവർ ഇത് വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട്. CMCയിലെ അന്ന് പുതുകന്യാസ്ത്രീകളായിരുന്ന ലൂവിസ എന്ന് പറഞ്ഞൊരു സിസ്റ്ററൊക്കെ ഇത് കണ്ടിട്ടുള്ളതും പുസ്തകത്തിൽ അത് അവരുടെ അനുഭവം വിവരിച്ചിട്ടുള്ളതും ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ വായിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ഏറ്റവും അതായത് അമ്മയോട് കൂടെ ജീവിച്ച
യോഹന്നാമ്മ എന്ന് പറഞ്ഞ ഒരു സിസ്റ്ററുണ്ട്. ആ യോഹന്നാമ്മയാണ് എന്നെ നഴ്സറി തൊട്ട് പഠിപ്പിച്ചിട്ടുള്ളത്. ഭാഗ്യമാണ്. അതുകൊണ്ടായിരിക്കും ഈ അമ്മയോടുള്ളൊരു സ്നേഹത്തിൻ്റെ ആഴം വന്നത്. നഴ്സറിയിൽ 2 വർഷം പഠിപ്പിച്ചു, എന്നെ ആദ്യ കുർബാന സ്വീകരണത്തിന് പഠിപ്പിച്ചു, അതുപോലെ 5ാം ക്ലാസ്സിൽ കാറ്റിസം പഠിപ്പിച്ചു. അപ്പോൾ അതൊക്കെ ആയിരിക്കും ഈ ഒരു അനുഭവത്തിലേക്ക് സ്നേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതിലൂടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ പഞ്ചക്ഷതത്തിൻ്റെ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ അമ്മ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. നമുക്ക് ഒരു നിമിഷം നമ്മുടെ ഫ്രോൺഷളമ്മയിൽ നിന്ന് ഈ ഒരു അനുഭവത്തിൻ്റെ ഒരു ഭാഗം നമുക്കൊന്ന് കേൾക്കാം. ഈ നിമിഷം അമ്മയുടെ പഞ്ചക്ഷത അനുഭവം എന്ന് പറയുന്നത് അമ്മ ഈശോയോട് ഒന്നായി ചേരുന്നൊരു അനുഭവമാണ്. അച്ഛൻ ആദ്യം പറഞ്ഞു വെച്ച ആ സാധനം, ആ സാധനം. അപ്പോൾ ആ സമയത്ത് അമ്മയെ നമുക്ക് ആർക്കും മനസ്സിലാകില്ല. അമ്മ ബോധക്ഷയം അമ്മയ്ക്കും ഉണ്ടാകും. ആ സമയത്ത് ആർക്കും അമ്മ എന്താണ് ചെയ്യുന്നത് എന്നൊന്നും അറിയുന്നില്ല. പക്ഷെ അമ്മയുടെ ഉള്ളിൽ അമ്മ ഒരു ആത്മീയ സന്തോഷം അതിൻ്റെ തീവ്രതയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വേദന ശക്തമായ വേദനയാണ്. കർത്താവ് എങ്ങനെ കുരിശ് ചുമന്നപ്പോൾ ഉണ്ടായ വേദനയുണ്ടോ അത്രയും വേദന അമ്മ അനുഭവിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആത്മീയ സന്തോഷവും ഒരു സുഖവും അമ്മ അനുഭവിക്കുന്നുണ്ട്. അത് അമ്മ ആ സമയം കഴിഞ്ഞാൽ അമ്മയുടെ മുഖത്ത് പിന്നെ പ്രകാശമാണ്. നമുക്ക് അമ്മയെ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അമ്മയെ ഇങ്ങനെ മറ്റുള്ളവർ നോക്കി നിൽക്കും ആ വലിയ പ്രകാശം കണ്ടിട്ട്. അപ്പോൾ അമ്മയ്ക്ക് വേദനയ്ക്കപ്പുറമുള്ള ആത്മീയ സന്തോഷം നിർവൃതിയിൽ എക്സ്റ്റസിയിലേക്ക് അമ്മ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. ഞാൻ അമ്മ പറഞ്ഞു വെച്ചൊരു ഭാഗത്തിലേക്ക് ഒന്ന് തിരിച്ചു വരാൻ ആഗ്രഹിക്കുകയാണ്. കൈ പൊതിഞ്ഞു പിടിച്ചു, ചുരുട്ടിപ്പിടിച്ചു എന്ന് പറയുന്നത് ഇതൊരു ആത്മീയതയുടെ വലിയൊരു തെളിവാണ്. ആത്മീയമായിട്ട് വളർന്നതിൻ്റെ പലപ്പോഴും നമുക്കുള്ള ചെറിയ ആത്മീയ അനുഭവങ്ങൾ പോലും ഭയങ്കരമായിട്ടങ്ങ് ഒരു എക്സിബിഷനിസത്തിലേക്കൊക്കെ വരുമ്പോൾ എല്ലാ വിശുദ്ധരും തന്നെ പ്രത്യേകിച്ച് ഇതുപോലുള്ള ആത്മീയ അനുഭവങ്ങൾ ലഭിച്ചവരെല്ലാം തന്നെ എപ്പോഴും ഹൈഡ് ചെയ്ത് വെച്ചിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പാതിരപ്പിയോടെയൊക്കെ ഏറ്റവും വലിയ ഇപ്പോൾ വിറ്റഴിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ഒരു തിരിശേഷിപ്പ് എന്ന് പറയുന്നത് പാതിരപ്പിയോടെ കയ്യുറയാണ്, കയ്യുറയുടെ മോഡലുകളാണ്. ഇതൊക്കെ ആരും കാണാതിരിക്കാൻ വേണ്ടി എപ്പോഴും പൊതിഞ്ഞു പിടിച്ചിട്ട് ആത്മീയത ഞാനും ദൈവവുമായിട്ടുള്ള വലിയൊരു കൂടിച്ചേരലിൻ്റെ സമയം തന്നെ ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ ഡിസ്കഷൻ മറ്റൊരു ലെവലിലേക്ക് ഇപ്പോൾ മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കോൺഗ്രിഗേഷൻ ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ്റെ ഒരു ഉത്സവമാണ്. അമ്മ 1914 മെയ് 14 സ്ഥാപിച്ച തിരുക്കുടുംബത്തിൻ്റെ സഭ. ഇന്ന് ഏകദേശം 2000-ഓളം സന്യാസിനികളും 100ഓളം അർത്ഥികളും ഫോർമേഷൻ ഇരിക്കുന്നവരും ചേർന്ന് വലിയൊരു സമൂഹമായിട്ട് മാറിയിരിക്കുന്നു. അവരിൽ ഏകദേശം 180ഓളം പേര് കേരളത്തിൽ നിന്നും 60ഓളം പേര് ലോകത്തിന് മറ്റ് ഭാഗങ്ങളിൽ നിന്നും ഇന്ന് റോമിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ വലിയ ഉത്സവത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട്. ഏകദേശം ഇന്ത്യ, ഇറ്റലി, അമേരിക്ക, കാനഡ, ഇക്വദോർ, ജർമ്മനി, ഘാന, കെനിയ, സൗത്ത് സുഡാൻ, ഓൾമോസ്റ്റ് എല്ലാ കോണ്ടിനെൻസും വന്നിട്ടുണ്ട്. ഇവരുടെ പ്രസൻസ് ഉണ്ട്, ഇവരുടെ ഫാമിലി അപ്പോസലേറ്റിൻ്റെ പ്രസൻസ് ഉണ്ട്. ഏകദേശം 178ഓളം സ്കൂളുകൾ, ചെറുതും വലുതുമായ സ്കൂളുകൾ, 12ഓളം കോളേജുകൾ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സ്കൂൾസ് 5 എണ്ണം, അതുപോലെ തന്നെ സ്പെഷ്യൽ സെൻറ്റേഴ്സ് ഒരു 6 എണ്ണം വേറെയും, ഹോസ്പിറ്റൽസും ചെറിയ ചെറിയ മെഡിക്കൽ സെൻറ്റേഴ്സൊക്കെ ആയിട്ട് 24 എണ്ണം, അതുപോലെ തന്നെ ഓർഫനേജ്, ഓൾഡ് ഏജ് ഹോം, അഗതി മന്ദിരങ്ങളൊക്കെ ആയിട്ട് 47 എണ്ണം. ഏകദേശം 275 സ്ഥാപനങ്ങൾ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഈ അമ്മമാർ വലിയ സ്തുത്യർഹമായ സേവനം കാഴ്ചവെക്കുന്നുണ്ട്. വലിയ അഭിമാനത്തിൻ്റെ നിമിഷമാണിത്. ഒത്തിരി വലിയ സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും നിമിഷമാണ് ഈ നിമിഷം. എനിക്ക് തോന്നുന്നു നമുക്കൊന്ന് റോമിലേക്ക് ഈ നിമിഷം ഒന്ന് പോവാം. റോമിൽ നമ്മുടെ പ്രിയപ്പെട്ട ബിനോജച്ചൻ, അതുപോലെ തന്നെ ഷാലോമിൽ നിന്നുള്ള ബേബിച്ചൻ, അതുപോലെ തന്നെ ക്യാമറമാൻ കിഷോർ, ഇവരെല്ലാവരും പല വിശേഷങ്ങളുമായിട്ട് കാത്തിരിപ്പുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു റോമയിൽ നിന്നും പ്രിയപ്പെട്ട ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ്റെ ജനറൽ അമ്മയായ മദർ ഉദയ ഇപ്പോൾ നമ്മോടൊപ്പം റോമിൽ നിന്ന് തത്സമയം ചെയ്തു. നമുക്കൊരു നിമിഷം റോമിലേക്ക്, വത്തിക്കാനിലേക്ക് പോകാം. റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം മദർ മറിയം ത്രേസ്യാമ്മയെ വിശുദ്ധ മറിയം ത്രേസ്യയായി പ്രഖ്യാപിക്കാൻ പോവുകയാണ് മാർപ്പാപ്പ. ഈ ചടങ്ങിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഈ സമയം ഹോളി ഫാമിലി സന്യാസ സഭയുടെ മദർ ജനറൽ സിസ്റ്റർ ഉദയ നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് സിസ്റ്ററിനെ ശ്രവിക്കാം. അപ്പം സന്തോഷമുണ്ട് ഇന്നത്തെ ദിവസം ഇവിടെ ആയിരിക്കുക എന്നുള്ളത്. ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് എല്ലാവരും തന്നെ നേരത്തെ വന്നു. ഇന്ന് സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ ഒക്കെ ഒരു അനുഭവത്തിലാണ് ഞങ്ങളെല്ലാവരും.
ഒത്തിരി നാളായി ഈ നല്ല സുദിനത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. തീർച്ചയായിട്ടും വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെടുന്ന നമ്മുടെ അമ്മ മറിയം ത്രേസ്യ അമ്മ, വിശുദ്ധ മറിയം ത്രേസ്യ കോൺഗ്രിഗേഷനെ അനുഗ്രഹിക്കും, തിരുസഭയെ അനുഗ്രഹിക്കും, ലോകം മുഴുവനുള്ള കുടുംബങ്ങളെയും അനുഗ്രഹിക്കുമെന്ന സന്തോഷത്തിലും ആവേശത്തിലുമാണ് ഞങ്ങളെല്ലാവരും. റോമിൽ നിന്ന് നമ്മളിപ്പോൾ കേട്ടത് പ്രിയപ്പെട്ട മദർ ഉദയയുടെ വാക്കുകളായിരുന്നു. അമ്മ നേരത്തെ പറഞ്ഞ സിസ്റ്റർ പറഞ്ഞ ആ പൊരിഞ്ഞ സന്തോഷം ഉറപ്പായിട്ടും നമുക്ക് ഉദയമ്മയുടെ മുഖത്തും കൂടെ നിന്ന എല്ലാ ഹോളി ഫാമിലി സിസ്റ്റേഴ്സിൻ്റെ മുഖത്തും നമുക്ക് വളരെ പ്രകടമാണ്. നമുക്കപ്പോൾ ഈ സഭയുടെ ഏറ്റവും വലിയ കാര്യമായ കുടുംബ പ്രേഷിതത്വം, നമുക്ക് അതിലേക്ക് തന്നെ ഈ നിമിഷം പോകാം. നമുക്ക് സിസ്റ്റർ LC സെബ്രോൻഷളമ്മ തന്നെ അതിനെപ്പറ്റി പറഞ്ഞു തുടങ്ങുന്നതായിരിക്കും. കുടുംബ പ്രേഷിതത്വം എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ വലിയ ദൗത്യം? കുടുംബപ്രേഷിതത്വം ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അമ്മ ആരംഭിച്ചത് എവിടെ നിന്നാണെന്ന്. അമ്മ ഈശോയുടെ മുഖത്ത് നിന്ന് കണ്ടറിഞ്ഞ് ആ പ്രവർത്തന വേദിയിലേക്ക് ഇറങ്ങുകയായിരുന്നു അമ്മ. കുടുംബത്തെ വിശുദ്ധീകരിക്കുക, അതാണ് പ്രഥമ ലക്ഷ്യമായിരുന്നത്. അപ്പോൾ ആത്മാക്കളുടെ രക്ഷ, ആ രക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് കുടുംബങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരമ്മ. കുടുംബങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അതിന് എത്ര സമയം ഈശോയുടെ മുന്നിലേക്ക് ഇരുന്ന് ചിലവഴിക്കണം എന്ന് അമ്മയ്ക്കറിയാം. അമ്മ ഈശോയുടെ മുൻപിൽ അടയിരുന്ന് ആ കുടുംബങ്ങളിലേക്ക്, ഏത് കുടുംബങ്ങളിലേക്ക് ഇറങ്ങണമെന്ന് അമ്മ മനസ്സിലാക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ തന്നെ, ആദ്യത്തെ അമ്മയുടെ കുടുംബ പ്രേഷിതത്വത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാവുന്ന ഒരു വലിയ കാര്യം, പരിശുദ്ധ അമ്മ തന്നെയാണ് ആദ്യം മറിയം ത്രേസ്യ അമ്മയോട് പറയുന്നത്, ഇന്ന കുടുംബത്തിലേക്ക് പോകണം. ആ പരിശുദ്ധമ്മയുടെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ടാണ് അമ്മ കുടുംബത്തിലേക്ക് ഇറങ്ങുന്നത്. കുറച്ച് നാൾ അമ്മ കുടുംബങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരിൽ നിന്നൊക്കെ വളരെയധികം പരിഹാസങ്ങളും ഒക്കെ കേൾക്കേണ്ടി വന്നു. അപ്പോൾ അമ്മ ഒന്ന് പതുക്കെ ഒന്ന് സ്ലോ ചെയ്തു. അപ്പോൾ പരിശുദ്ധ അമ്മ വിധേയത്തിൽ അച്ഛന് കാണപ്പെട്ടിട്ട് വിധേയത്തിൽ അച്ഛനോട് പറയുന്നുണ്ട്, ഞാൻ അവളോട് കുടുംബങ്ങളിൽ പോകാൻ പറഞ്ഞതാ, പക്ഷെ അവൾ ബാക്കിയുള്ളവരുടെ പരക്കന്യാസ്ത്രീയാണെന്നും അല്ലെങ്കിൽ പല ഇതും പറഞ്ഞു കേൾക്കുന്നതിൻ്റെ പേരിൽ വേണമോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നുണ്ട്. അവിടെയും ഒരു ഡിസേൺമെൻറ്റ് അമ്മയുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് പരിശുദ്ധ അമ്മ അല്പം കാർക്കശ്യത്തോടു കൂടിയാണ് പിതാവിനോട്, വിധേയത്തിൽ അച്ഛനോട് പറയുന്നത്, നീ അവളെ കൃത്യമായിട്ട് പറയണം, പോകണം എന്ന കാര്യം. അതിനുശേഷം നമ്മൾ കാണുന്നുണ്ട്, ഇന്നത്തെ കാലത്ത് പോലും ഞങ്ങൾ രാത്രിയിൽ താമസിക്കാനൊക്കെ തുടങ്ങിയ അടുത്ത കാലങ്ങളിലാണ്. അന്ന് രാത്രിയിൽ അല്ലെങ്കിൽ വീട്ടിൽ താമസിക്കുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാലഘട്ടത്തിൽ ഒരു രോഗിയായിട്ട് അല്ലെങ്കിൽ മരണാസന്നനായിട്ട് കിടക്കുന്ന ഒരാളുണ്ടെന്നറിഞ്ഞാൽ അമ്മ രാത്രിയും പകലും ഒക്കെ അവിടെ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ഒരുക്കുകയും പാപികളാണെങ്കിൽ മാനസാന്തരത്തിലേക്ക് നയിക്കുകയും ചെയ്തിട്ട് ആ ഒരു വ്യക്തിയുടെ ആത്മാവിനെ നേടിയതിന് ശേഷം മാത്രമാണ് അമ്മ തിരിച്ചു നടന്നിട്ടുള്ളൂ. അതാണ് അമ്മയുടെ കുടുംബ പ്രേഷിതത്വം. ഇന്നും മക്കളായ ഞങ്ങളോടും അമ്മ പറയുന്നത് അതുതന്നെയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു പല സ്ഥാപനങ്ങളുമുണ്ട്, പക്ഷെ ഞങ്ങളുടെ ഏതൊരു സ്ഥാപനത്തിൻ്റെയും ലക്ഷ്യം വ്യക്തികളിലൂടെ അല്ലെങ്കിൽ സ്കൂളാണെങ്കിൽ കുട്ടികളിലൂടെ കുടുംബത്തിലേക്ക്, രോഗികളിലൂടെ കുടുംബത്തിലേക്ക്, ഏത് സേവന രംഗം ഞങ്ങൾക്കുണ്ടെങ്കിലും ഞങ്ങൾ